Hello, hi. Welcome back to Eduport and very warm hearty welcome to our English class. Yes, hello, hi. ഒരുപാട് ആളുകൾ ഉണ്ടല്ലേ? യെസ്, എടാ എന്റെ പേര് അറിയോ? എന്റെ പേര് ജസ്ന എന്നാണ്. ഓക്കെ, നിങ്ങളുടെ ഇംഗ്ലീഷ് ട്യൂട്ടർ ആണ്. സോ നമ്മൾ കുറെ ദിവസമായിട്ടല്ലേ, കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് നമ്മൾ ഓരോ യൂണിറ്റിലെ ഓരോ ചാപ്റ്റേഴ്സ് ആയിട്ട് നമ്മൾ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ടല്ലേ? സോ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ചാപ്റ്റർ എന്ന് പറഞ്ഞാല് യൂണിറ്റ് 3 രണ്ടാമത്തെ ചാപ്റ്റർ ആണ്. ഓക്കെ അല്ലേ? സോ ഈ ഒരു ചാപ്റ്റർ നമ്മൾ മാത്രം പഠിച്ചാൽ മതിയോ? പോരാ അല്ലെ? നമ്മുടെ ഫ്രണ്ട്സ് ഒക്കെ പഠിക്കണം എന്നുള്ള. സോ അതിന് നിങ്ങൾ എന്ത് ചെയ്യണം? പെട്ടെന്ന് തന്നെ നമ്മുടെ ലിങ്ക് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. കുറെ കൂടി ആളുകൾ വരട്ടെ അല്ലെ? എല്ലാവരും നല്ല അടിപൊളിയായിട്ട് തന്നെ റോസ പാർക്സ് സാറ്റ് സ്റ്റിൽ എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ ഈ ഒരു ചാപ്റ്റർ പഠിക്കട്ടെ എന്നുള്ള. കാരണം അത്രയും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു അടിപൊളി ചാപ്റ്റർ ആണ് നമ്മൾ ഇവിടെ പഠിക്കാൻ പോകുന്നത് കേട്ടോ. ഒട്ടും ബോറടിക്കുകയില്ല, ഭയങ്കര രസമാണ്. എന്നാൽ വളരെ ഗൗരവമുള്ള ഒരു കാര്യം കൂടിയാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത് എന്നതാ. ഓക്കെ, സോ നിങ്ങൾ പെട്ടെന്ന് തന്നെ മാക്സിമം ആളുകളിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്യുക. ആൻഡ് നിങ്ങളുടെ വാട്സപ്പിൽ നിങ്ങൾ സ്റ്റോറി ഇടുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ആയിക്കോട്ടോ. ഓക്കെ, നിങ്ങൾ കുറച്ചുകൂടി ആളുകളെ കൊണ്ടുവരും. യെസ്, ഷൻസ വിളിക്കുക മിസ്സേ എന്നൊക്കെ ഇടാ തുടങ്ങുന്നല്ലേ ഉള്ളൂ. ഞാനിങ്ങനെ നിങ്ങളെ എല്ലാ ആളുകളെയും ഇങ്ങനെ കാണുന്നേ ഉള്ളൂ. ഹായ് ഷൻസ, ഹൗ ആർ യു? എന്തൊക്കെയാണ് എല്ലാവർക്കും സുഖല്ലടാ? സുഖല്ലേ? എങ്ങനെ പോകുന്നു നിങ്ങളുടെ ക്ലാസ്സും കാര്യങ്ങളൊക്കെ? ഹായ് ആതിര, സൈന, സുൽഫീക്ക്, കുറെ ആൾക്കാരുണ്ടല്ലോ. യെസ് മാക്സിമം കേട്ടോ, നിങ്ങൾ പെട്ടെന്ന് തന്നെ എല്ലാ ആളുകളെയും ഒന്ന് കൂട്ടിയിട്ട് വാ. നമുക്ക് എന്ത് ചെയ്യണം? വളരെ രസമായിട്ട് തന്നെ ഈ ഒരു സ്റ്റോറി പഠിക്കണം കേട്ടോ. ഓക്കെ, കാരണം ഈ ഒരു യൂണിറ്റിൽ നമുക്ക് 4 ചാപ്റ്റേഴ്സ് പഠിക്കാനുണ്ട് അല്ലെ? സോ ഇത് രണ്ടാമത്തെ പ്രോസ് ആണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് എന്നുള്ളതാണ്. സോ ലൈൻ ബൈ ലൈൻ ആയിട്ട് നമ്മൾ ഇതിലെ കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്പൊ പെട്ടെന്ന് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക? മാക്സിമം നിങ്ങളുടെ ആളുകളിലേക്കൊക്കെ നിങ്ങൾ ഷെയർ ചെയ്യുക, സ്റ്റോറി ഇടുക, സ്റ്റാറ്റസ് ഒക്കെ ഇടുക കേട്ടോ. ഞാൻ അതേപോലെ തന്നെ ഒരുപാട് ആളുകൾ ഉണ്ട് അല്ലെ? ഇപ്പൊ കുറെ ആളുകളായിട്ടുണ്ട്. പക്ഷെ ഈ കാണുന്ന ആളുകളും പല ആളുകളും ചിലപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ടാവില്ല, നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്തിട്ടുണ്ടാവില്ല. പക്ഷെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നേരെ ഒന്ന് ലൈക്ക് ചെയ്യും. ആ ലൈക്ക് ചെയ്ത് കാണുമ്പോൾ എന്ത് ചെയ്യും? മാമിന് കുറച്ചും കൂടി ഒരു എനർജി കിട്ടും അല്ലെ? അപ്പൊ നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഈ ഒരു 1 അവറിന്റെ ഉള്ളിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യും? ഈ ചാപ്റ്റർ നമ്മൾ തീർക്കും. ആൻഡ് ചാപ്റ്ററിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും പ്ലസ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രാക്ടീസ് ക്വസ്റ്റ്യൻസും കൂടിയാണ്. ഓക്കെ അല്ലേ? സോ നോക്കും, എന്നെ കാണുന്നില്ലേ? യെസ്, കുറച്ചും കൂടി ഇങ്ങനെ നിൽക്കാം അല്ലെ? ഓക്കെ, സോ നോക്കും, ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ടല്ലോ. യെസ്. ആരുടെ പേരെ വിളിക്കണ്ടേ? അമൽ ആർനാഥ് അല്ലെ? അമൽ എന്നുള്ള പേരൊക്കെ ഉണ്ട്. കുറെ ആളുകളുണ്ട്. നെയിം വിളിക്കുക. എല്ലാ ആളുകളും എന്താണ് നെയിം വിളിക്കണല്ലേ എല്ലാവർക്കും? ഫർഹാൻ യെസ്. ഫോൺ നിങ്ങളുടെ കമന്റ്സ്, നിങ്ങൾ കുറച്ച് കുട്ടികളാവുമ്പോൾ നല്ല അടിപൊളിയായിട്ട് തന്നെ നിങ്ങൾ എല്ലാവരും എനിക്ക് കാണാൻ പറ്റുന്നുണ്ട് എന്നല്ല. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? മാക്സിമം നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾ റെസ്പോണ്ട് ചെയ്യണം കേട്ടോ. ഓക്കെ, നിങ്ങൾ റെസ്പോണ്ട് ചെയ്യുമ്പോൾ തന്നെ വളരെ അടിപൊളിയായിട്ട് നമുക്ക് ഈ ഒരു ചാപ്റ്റർ നമുക്ക് തീർക്കാൻ പറ്റും. സോ എടാ, നമ്മൾ ഇനി നേരെ ചാപ്റ്ററിലേക്ക് പോവാണ്. ഓക്കെ അല്ലേ? നിങ്ങൾ മാക്സിമം ആളുകളിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്തിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഷെയർ ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാറ്? ഒന്ന് കമന്റ് ബോക്സിൽ ഒന്ന് തീയിട്ടെ മാം ഒന്ന് അറിയട്ടെ നിങ്ങൾ മാക്സിമം ആളുകളിലേക്ക് ഇത് ഷെയർ ചെയ്തിട്ടുണ്ട് എന്ന് ഞാൻ ഒന്ന് മനസ്സിലാകട്ടെ കേട്ടോ. സോ മാക്സിമം നിങ്ങൾ എല്ലാവരും ഒന്ന് കമന്റ് ബോക്സ് ഒന്ന് തീയൊക്കെ ഇട്ട് നറക്ക്. യെസ് റസൽ വിളിക്കുക എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. റസലെ ഹായ്. ഷാഹുൽ ബ്ലോഗ് എന്നൊക്കെ ആണല്ലോ. ഓക്കെ, കുറെ ആളുകള് എന്താണ് യെസ് സ്നേഹവും അതേപോലെ തന്നെ തീയൊക്കെ ഇട്ട് നടക്കുന്നുണ്ട്. ഓക്കെ, സോ യെസ് എടാ റസലെ ഞാൻ വിളിച്ച്. ഓക്കെ യെസ്, അപ്പൊ നമ്മൾ ഇനി നേരെ ചാപ്റ്ററിലേക്ക് പോകണം കേട്ടോ. സോ എടാ, ഈ റോസ പാർക്സ് സാറ്റ് സ്റ്റിൽ എന്നാണല്ലോ നമ്മുടെ ചാപ്റ്ററിന്റെ പേര് അല്ലെ? സോ ശരിക്കും എന്താണ് റോസ പാർക്സ് സാറ്റ് സ്റ്റിൽ എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ്? എടാ, നമ്മൾ ഭയങ്കരമായിട്ട് അല്ലെ, ഞാനൊന്നും കണ്ടിട്ടില്ല എന്നുള്ള ഭാവത്തിൽ അല്ലെ, നമ്മൾ ഭയങ്കരമായിട്ട് എന്താണ് നിശ്ചലമായിട്ട് ഇരിക്കുകയാണ് അല്ലെ? അപ്പൊ ഇവിടെ ശരിക്കും നമ്മുടെ ഈ ഒരു നമ്മൾ പഠിക്കാൻ പോകുന്ന ഈ ഒരു പ്രോസസ്സിൽ ആരാണ് അങ്ങനെ ഒരു സ്റ്റിൽ ആയിട്ട് അവിടെ ഇരിക്കുന്നത് എന്നുള്ളതാണ് നമ്മുടെ മേജർ ക്യാരക്ടർ എന്നുള്ളതല്ല, നമ്മുടെ റിയലിസ്റ്റിക് ആയിട്ടുള്ള പ്രൊട്ടാഗണിസ്റ്റ് ആണല്ലേ, റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഹീറോ ആണ്. നമ്മുടെ സിവിൽ റൈറ്റ്സ് മൂവ്മെന്റിന്റെ ഒക്കെ അത്രയും അടിപൊളിയായിട്ടുള്ള ഒരു ആക്ടിവിസ്റ്റ് ആയിട്ടുള്ള നമ്മുടെ റോസ പാർക്സിനെയാണ് ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, സോ ഈ ഒരു ചാപ്റ്റർ നമ്മൾ വെറുതെ ആണോ പഠിക്കുന്നത്? അല്ല അല്ലെ? നമ്മൾ ഇംഗ്ലീഷിൽ ഏതൊരു ചാപ്റ്റർ പഠിക്കുകയാണെന്നുണ്ടെങ്കിലും ആ ഓരോ ചാപ്റ്റർ മുന്നോട്ട് വെക്കുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് കോൺസെപ്റ്റ് ഉണ്ടാവും. അപ്പൊ നമ്മൾ ഈ ഒരു ചാപ്റ്റർ പഠിക്കുന്നതോട് കൂടിയിട്ട് ആ ഒരു ഇൻസൈറ്റ് നിങ്ങൾക്ക് കിട്ടണം വേണ്ടേ? ഓക്കെ, സോ അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഈ ഒരു ചാപ്റ്റർ നമ്മൾ പഠിക്കുന്നതോട് കൂടിയിട്ട് നമ്മൾ എന്തൊക്കെയാണ് അറിയാൻ പോകുന്നത് അല്ലെ? നമ്മൾ വെറുതെ നമ്മൾ
റോസ പാർക്സിനെ പറ്റിട്ട് പഠിക്കുകയാണോ? അല്ല. ഈ റോസ പാർക്സിന്റെ ഈ ഒരു കോഴ്സിൽ അവരുടെ ബയോഗ്രഫിയിൽ നിന്ന് എടുത്തിട്ടുള്ള ഈ ഒരു ചെറിയ ചാപ്റ്റർ പഠിക്കുന്നതോട് കൂടിയിട്ട് നമുക്ക് എന്ത് ചെയ്യും, കുറച്ച് കാര്യങ്ങൾ, കുറച്ച് ഇൻട്രൊഡക്ഷൻ നമുക്ക് കിട്ടും അബൌട്ട് അമേരിക്കൻ സിവിൽ റൈറ്റ്സ് മൂവ്മെന്റ്. അല്ലെ, എന്തായിരുന്നു അമേരിക്കൻ സിവിൽ റൈറ്റ്സ് മൂവ്മെന്റ്? സോ ആ ഒരു സിവിൽ റൈറ്റ്സ് മൂവ്മെന്റിൽ എന്താണ് റോസ പാർക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ലേഡിയുടെ കോൺട്രിബ്യൂഷൻ എന്താണ്, അല്ലെ, അവരെങ്ങനെയാണ് ഈ ഒരു മൂവ്മെന്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് എന്നുള്ള രീതിയിലൊക്കെ നമുക്ക് ഈ ഒരു ചാപ്റ്റർ മനസ്സിലാവും. ഓക്കെ, സോ നോക്കാം ദ സ്റ്റോറി ഓഫ് ഫസ്റ്റ് യങ് റീഡേഴ്സ് and inspiring introduction to the courageous act of civil disobedience that sparked a change in America. അല്ലെ, അമേരിക്കയിൽ വലിയൊരു ചേഞ്ച് തന്നെ കൊണ്ടുവന്നിട്ടുള്ള ഒരു മൂവ്മെന്റ് ആണ് ശരിക്കും ഈ സിവിൽ റൈറ്റ്സ് മൂവ്മെന്റ് എന്ന് പറഞ്ഞാല്. സോ അതിനെ പറ്റിയിട്ട് നമുക്ക് നല്ല ഒരു ഇൻട്രൊഡക്ഷൻ തന്നെ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ്. എങ്ങനെയൊക്കെയാണ്, എന്തിനൊക്കെ എതിരാണ് ശരിക്കും ഈ ഒരു സിവിൽ റൈറ്റ്സ് മൂവ്മെന്റ് അല്ലെ അവര് തുടങ്ങിയിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാവും. And അത് മാത്രമല്ല, it shed light on the importance of standing up for justice and equality. അല്ലെ, നമ്മൾ മനുഷ്യന്മാര് ഇപ്പൊ നമ്മൾ കുറെ ഇൻഡിവിജ്വൽ ആണല്ലേ, ഇപ്പൊ ആസ് എൻ ഇന്ത്യൻ സിറ്റിസൺ നമുക്കൊക്കെ ഒരുപാട് റൈറ്റ്സുകൾ ഉണ്ട് എന്നുള്ള അല്ലെ, പല കാര്യത്തിലും ഇപ്പൊ നമ്മള് പല റൈറ്റ്സുകൾ നമ്മൾ പറയാറുണ്ട്. ആൻഡ് അതേപോലെ തന്നെ നമ്മുടെ ഫ്രീഡത്തെ പറ്റിയിട്ട് നമ്മൾ എപ്പോഴും സംസാരിക്കാറുണ്ട്. റൈറ്റ് ടു വോട്ട് എന്നൊക്കെ നമ്മൾ പറയും. ആൻഡ് അതേപോലെ തന്നെ റൈറ്റ് ടു ഫോളോ ദ റിലീജിയൻ, ഏതൊക്കെ റിലീജിയൻ ആണോ നിങ്ങൾ വിചാരിക്കുന്നത് അല്ലെ, ആ റിലീജിയനെ ഫോളോ ചെയ്യാനും അത് പ്രൊപ്പഗേറ്റ് ചെയ്യാനൊക്കെ നിങ്ങൾക്ക് എന്തുണ്ട്, ഫ്രീഡം ഉണ്ട്, റൈറ്റ് ഉണ്ട് എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ സംസാരിക്കുന്നുണ്ടോ. സോ അതേപോലെ തന്നെ എന്തൊക്കെയാണ് ശരിക്കും നമ്മുടെ ജസ്റ്റിസ്, ജസ്റ്റിസ് എന്ന് പറഞ്ഞാൽ എന്താണ്, നീതി അല്ലെ. സോ ആ നീതിക്കും തന്നെ അതേപോലെ തന്നെ ഇക്വാളിറ്റിയും സമത്വത്തിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ നിലകൊള്ളേണ്ട ഇമ്പോർട്ടൻസ് എന്താണ് അല്ലെ, ഇതിന്റെ എന്താണ് അതിന്റെ ആ ഒരു പ്രാധാന്യം എന്നുള്ളതിനെ പറ്റിയിട്ട് നമുക്ക് ഈ ഒരു ചാപ്റ്ററിന് മനസ്സിലാവും. കാരണം നമ്മളെല്ലാ ആളുകളും എന്തുണ്ടാവും, ചിലപ്പോൾ നമ്മുടെ ലൈഫിൽ നമ്മൾ ഇൻജസ്റ്റിസ് ആയിട്ടുള്ള കാര്യങ്ങൾ കാണും അല്ലെ, അൺഫെയർ ആയിട്ടുള്ള കാര്യങ്ങൾ കാണും. പക്ഷെ അവിടെയൊക്കെ നമ്മൾ എല്ലാരെയും പോലെ കണ്ണടച്ചു പോയാൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാവോ? ഒരു മാറ്റം ഉണ്ടാവാൻ പോകുന്നില്ല അല്ലെ. സോ അങ്ങനെയുള്ള കേസുകൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ നമ്മുടെ വോയിസ് നമ്മൾ റേസ് ചെയ്യണം എന്നുള്ള അല്ലെ. We have to raise our voice against such unfair matters, അല്ലെങ്കിൽ അൺഫെയർ ആയിട്ടുള്ള അല്ലെങ്കിൽ ഇൻജസ്റ്റിസസ് ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലെ. അപ്പൊ അതിനൊക്കെ എതിരെ നമ്മൾ നമ്മുടെ വോയിസുകൾ നമ്മൾ റേസ് ചെയ്യണമെന്നില്ല, നമ്മൾ നമ്മുടെ ശബ്ദം ഉയർത്തേണ്ടതുണ്ട്, നമ്മൾ അല്ലെ നമ്മൾ പ്രൊട്ടസ്റ്റ് ചെയ്യേണ്ടതുണ്ട്. ഇങ്ങനെ കുറെ കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ചെയ്യണം. സോ അത് ചെയ്യണം എന്നുള്ള ആ ഒരു ഇൻസൈറ്റ് നിങ്ങൾക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് ഇതേപോലെയുള്ള ചാപ്റ്റേഴ്സ് നമ്മൾ പഠിക്കുമ്പോൾ അല്ലെ നമ്മൾ അതിനെ പറ്റിയിട്ട് നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ, സോ ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കണം ഈ ഒരു ചാപ്റ്റർ പഠിക്കുന്നതോട് കൂടി എന്നുള്ള. ഓക്കെ, സോ ആരായിട്ടുണ്ടായിരുന്നു, ആരാണ് ഇത് എഴുതിയിട്ടുണ്ടായിരുന്നത് എന്നുള്ളതാണ് റോസ പാർക്സ് ആണല്ലേ. സോ റോസ പാർക്സ് was an African American civil rights activist whom the United States Congress called the first lady of civil rights and the mother of the freedom movement അല്ലെ. അപ്പൊ നമ്മുടെ റോസ പാർക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ആൾ ആരാണ് ശരിക്കും എന്നുള്ളതാണ്, ആഫ്രിക്കൻ അമേരിക്കൻ സിവിൽ റൈറ്റ്സ് ആക്ടിവിസ്റ്റ് ആണ് ആളെ അല്ലെ. സോ ഈ സിവിൽ റൈറ്റ് മൂവ്മെന്റിനൊക്കെ അതിൽ പങ്കെടുത്തിട്ടുള്ള അതിന്റെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു ആക്ടിവിസ്റ്റ് ആണ് നമ്മുടെ റോസ പാർക്സ് എന്നുള്ളതാണ്. അത് മാത്രമല്ല അവരല്ലേ ഏത് പേരിലാണ് അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത് എന്നുള്ളതാണ്, ദ ഫസ്റ്റ് ലേഡി ഓഫ് സിവിൽ റൈറ്റ്സ്. ഈ സിവിൽ റൈറ്റ്സ് മൂവ്മെന്റ് തുടങ്ങി വെച്ചിട്ടുള്ള അല്ലെ ഫസ്റ്റ് ലേഡി എന്ന പേരിലും കൂടി അവര് അറിയപ്പെടുന്നുണ്ട് എന്നുള്ള. ആൻഡ് മദർ ഓഫ് ദ ഫ്രീഡം മൂവ്മെന്റ്, അവരെ സംബന്ധിച്ചിടത്തോളം അല്ലെ ആഫ്രിക്കൻ അമേരിക്കക്കാരൊക്കെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഈ ഒരു ഫ്രീഡം മൂവ്മെന്റിന്റെ അല്ലെ അതിന്റെ ഒരു സ്റ്റാർട്ടർ എന്നുള്ള രീതിയിൽ, ഇതിന്റെ ബിഗിനർ എന്നുള്ള രീതിയിലൊക്കെ അവർ അറിയപ്പെടുന്നുണ്ട്. സോ അതുകൊണ്ടാണ് ദ മദർ എന്ന് അവര് റോസ പാർക്സിനെ വിളിക്കാൻ കാരണം. Her birthday February 4 അല്ലെ, അവരുടെ ബർത്ത്ഡേ ആയിട്ടുള്ള ജന്മദിനമായിട്ടുള്ള ഫെബ്രുവരി 4 അതോടൊപ്പം തന്നെ and the day she was arrested അവരല്ലേ എന്താണ് നമ്മൾ പറയും അറസ്റ്റ് ചെയ്യപ്പെട്ട ദിവസം അല്ലെ, അറസ്റ്റ് ചെയ്യപ്പെട്ട ദിവസം എന്ന് പറഞ്ഞാൽ December 1. സോ ഈ 2 ദിവസവും ഏത് പേരിലാണ് ഇവര് എന്താണ് കമമറേറ്റ് ചെയ്യുന്നത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്, റോസ പാർക്സ് ഡേ എന്ന പേരിൽ അവർ ആചരിച്ചു വരുന്നുണ്ട്. ഓക്കെ, ഇൻ ബോത്ത് കാലിഫോർണിയ ആൻഡ് ഓഹിയോ അല്ലെ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ സെറ്റ് ആണല്ലോ, നമുക്ക് ആരാണ് ഇത് എഴുതിയിട്ടുള്ളത് മനസ്സിലായി അല്ലെ, റോസ പാർക്സ് ആണ് എഴുതിയിട്ടുള്ളത്. ആ റോസ പാർക്സ് ആരാണ് എന്നുള്ള കാര്യം നിങ്ങൾക്ക് ക്ലിയർ അല്ല ഇപ്പോ അല്ലെ, നമ്മൾ എന്തിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്ന ഈ ഒരു ചാപ്റ്ററിൽ എന്നുള്ളത് ക്ലിയർ ആയിട്ടുണ്ടാവും. സോ ഇനി ടെക്സ്റ്റിൽ ഒരു ഇൻട്രൊഡക്ഷൻ കൊടുത്തിട്ടുണ്ട് അല്ലെ, ഈ ഒരു ചാപ്റ്ററിനെ പറ്റിയിട്ട് വളരെ കൃത്യമായിട്ട് ചെറിയ ഒരു 2 ലൈൻസിൽ ഒരു ഇൻട്രൊഡക്ഷൻ കൊടുത്തിട്ടുണ്ട്. അത് വായിക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടി കാര്യങ്ങൾ എന്താവും ക്ലിയർ ആവും എന്നുള്ള. ഓക്കെ, സോ എന്താ അവിടെ കൊടുത്തിട്ടുള്ളത്, the biggest
Success often results from the most difficult battles. നമ്മുടെ ഒക്കെ ജീവിതത്തിൽ എന്തുണ്ട്, നമുക്കൊക്കെ പലതരത്തിലുള്ള സക്സസ് വിജയങ്ങളൊക്കെ ഉണ്ടാവും അല്ലെ, പലതരത്തിലുള്ള നേട്ടങ്ങൾ നമുക്ക് നമ്മുടെ ലൈഫിൽ കിട്ടുന്നുണ്ട് എന്നല്ല. പക്ഷെ ഈ നേട്ടങ്ങൾ നമ്മളിങ്ങനെ എന്താണ് വളരെ ഹാപ്പി ആയിട്ട് കൂളായിട്ടൊക്കെ ഇരുന്നാൽ നമുക്ക് കിട്ടാൻ പോകുന്നുണ്ടോ? ഇല്ല അല്ലെ. നമുക്ക് കുറച്ച് ഒരുപാട് സ്ട്രഗിൾസ് ചിലപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരും അല്ലെ. അപ്പൊ അത് മാത്രമല്ല അല്ലെ, വളരെ വലിയ വലിയ എന്താണ് ഹാർഡിൽസ് ഒക്കെ ചാടി കടന്നിട്ടാണ് പല ആളുകളും അവരുടെ ആ ഒരു സക്സസിലേക്ക് എത്തുന്നത് എന്നുള്ള. ആൻഡ് ഇനിയിപ്പോ അല്ലെ നിങ്ങൾക്ക് ക്രിസ്മസ് എക്സാം ഒക്കെ വരാൻ പോവാണ്. സോ ആ ക്രിസ്മസ് എക്സാം വരുന്ന സമയത്ത് ഈ ഒരു ചാപ്റ്ററിന് നിങ്ങൾക്ക് നല്ല അടിപൊളിയായിട്ട് മാർക്ക് കിട്ടിയെന്ന് വിചാരിച്ചു അല്ലെ. ആ മാർക്ക് കിട്ടുകയാണ് എന്നുണ്ടെങ്കിൽ അതിന്റെ ഏറ്റവും പിന്നിലുള്ള റീസൺ എന്ന് പറഞ്ഞാൽ എന്താണ്, നിങ്ങൾ എല്ലാ കുട്ടികളും ചിലപ്പോൾ വല്ല TV കാണുക അല്ലെങ്കിൽ യൂട്യൂബിൽ എന്തെങ്കിലും ഫൺ വീഡിയോസ് ഷോർട്സ് ഒക്കെ ഇങ്ങനെ ഷെയർ ചെയ്ത് കളിക്കുന്ന സമയത്ത് നിങ്ങൾ ഇവിടെ എഡ്യൂപോർട്ടിന്റെ വീഡിയോ ഇരുന്ന് കാണുന്നുണ്ട് അല്ലെ. അപ്പൊ അത് ശരിക്കും എന്താണ്, നിങ്ങൾ ആ ചെറിയ പ്രായത്തിൽ നിങ്ങൾ എടുക്കുന്ന വലിയൊരു തീരുമാനമാണല്ലേ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങളെ ഡിസ്ട്രാക്ട് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ചുറ്റുണ്ടാവും. പക്ഷെ അതിലൊന്നും പോവാതെ നിങ്ങൾ ഈ സമയം നിങ്ങൾ എന്താണ് ഈ ക്ലാസ് കേൾക്കാണല്ലേ. അപ്പൊ എല്ലാ ആളുകളുടെയും സക്സസിന്റെ പിന്നിൽ എന്തുണ്ട്, ഇതേപോലെയുള്ള ഒരുപാട് ടഫായിട്ടുള്ള കാര്യങ്ങൾ അവർ മറികടക്കുന്നുണ്ട് എന്നുള്ളതല്ലേ. ആ ടഫായിട്ടുള്ള കാര്യങ്ങളൊക്കെ അവർ അവിടെ ഇങ്ങനെ എന്താണ് കൺട്രോൾ ചെയ്തിട്ട് അവർ അതിനൊക്കെ ഓവർകം ചെയ്ത് വരുമ്പോഴാണ് അവർക്ക് സക്സസ് ഉണ്ടാവുന്നത് എന്നുള്ള. എന്നാൽ ഇവിടെ നോക്ക്, ലെറ്റ്സ് റീഡ് ദ സ്റ്റോറി ഓഫ് റോസ പാർക്സ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, റോസ പാർക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ആളുടെ ഈ ഒരു സ്റ്റോറി നമുക്ക് പഠിക്കാം അല്ലെ. സോ ഹൂസ് ലൈഫ് വാസ് a battle for justice. അപ്പൊ അവരുടെ ജീവിതം എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ് എന്നുള്ളതാണ്. യെസ്, ബാറ്റിൽ ഫോർ ജസ്റ്റിസ് എന്നാ പറഞ്ഞല്ലേ. ജസ്റ്റിസ്, നീതി കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു യുദ്ധം തന്നെ നയിച്ചിട്ടുള്ള ഒരാളാണ് ശരിക്കും അല്ലെ നമ്മുടെ ഈ റോസ പാർക്സ് എന്ന് പറഞ്ഞാൽ. സോ അവരുടെ ഈ ഒരു സ്റ്റോറിനെ പറ്റിട്ട് നമുക്ക് പഠിക്കാം. ഓക്കെ, ആ സ്റ്റോറി നമുക്ക് വായിച്ചു നോക്കാം അല്ലെ, എന്തൊക്കെയാണ് ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നത് എന്നുള്ളത്. ഓക്കെ അല്ലേ? എടാ ഷാവുലെ, സുഖാണ്. യെസ്, ഓക്കെ. സോ ഇനി നോക്കാം, നമ്മൾ നേരെ ചാപ്റ്ററിലേക്ക് പോകണം. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ കയ്യിൽ ടെക്സ്റ്റ് ബുക്ക് ഒക്കെ ഇല്ല എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾ ഫ്രണ്ടിൽ വെക്കുക. ടീച്ചർ അത്രയും ഡീറ്റെയിൽ ആയിട്ട് തന്നെ എല്ലാ കാര്യങ്ങളും ഡിസ്കസ് ചെയ്യും. ഓക്കെ, സോ നിങ്ങൾക്ക് ഇത് എവിടുന്നാണ്, ഏതൊക്കെ ലൈനാണ്, ഏത് വേർഡാണ് മാം പറയുന്നത് എന്നുള്ളത് മനസ്സിലാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾ എന്താണ്, ഇത് ഇംഗ്ലീഷ് ആണ് അല്ലെ, ഇംഗ്ലീഷ് ആയതുകൊണ്ട് നിങ്ങൾ എന്തായാലും ടെക്സ്റ്റ് ഒക്കെ നിങ്ങളുടെ അടുത്ത് തന്നെ വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ക്ലാസ്സിൽ ഇരിക്കുക. ഓക്കെ, സോ ഇനി നമ്മൾ നേരെ ഡിസ്കസ് ചെയ്യാണ്. എന്താണ് ആദ്യം തന്നെ പറയുന്നത് എന്താണ്, on December 1, 1955, Rosa Parks refused to move and this transformed a million lives. ഇവിടെ എന്താ പറഞ്ഞിട്ടുള്ള അല്ലെ, ഒരു 1955 ഡിസംബർ 1 റോസ പാർക്സ് എന്ത് ചെയ്തു എന്നാ പറഞ്ഞത്, refused to move. ഒന്ന് നീങ്ങാൻ വേണ്ടിയിട്ടില്ലേ, ഒന്ന് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ആൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, നിരസിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. And this transformed a million lives. പക്ഷെ ആ ഒരൊറ്റ കാര്യം അല്ലെ, ഒന്നങ്ങോട്ട് മൂവ് ചെയ്യാന് ആള് കാണിച്ച ആ റെഫ്യൂസ് അല്ലെ, ആൾ അവിടെ റെഫ്യൂസ് ചെയ്തു എന്നുള്ള മൂവ് ചെയ്യാൻ വേണ്ടിട്ട്. പക്ഷെ ആ ഒരൊറ്റ ആക്ടിവിറ്റി ശരിക്കും ഒരുപാട് മില്യൺ കണക്കിന് അല്ലെ, ദശലക്ഷക്കണക്കിന് ആളുകളുടെ ജീവിതം തന്നെ ട്രാൻസ്ഫോം ചെയ്തു എന്നുള്ളതാണ്. എന്താണ്, ജീവിതം തന്നെ മാറ്റിമറിച്ചു എന്നാ പറഞ്ഞത്. സോ റോസ പാർക്സ് ഹാഡ് ബീൻ വർക്കിംഗ് ഓൾ ഡേ, വർക്ക് ഹാഡ് ബീൻ ഹെവിയർ ദാൻ യൂസ്വൽ അല്ലെ. എല്ലാ ദിവസവും എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ റോസ പാർക്സ് വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ ഈ ഒരു ദിവസമൊക്കെ അല്ലെ എല്ലാ പതിവിലും ഭയങ്കരമായിട്ട് എന്താണ്, ഭയങ്കര ഹെവി ആയിരുന്നു അവരുടെ വർക്ക് എന്നുള്ള അല്ലെ, ജോലി ഭയങ്കരമായിട്ട് ഹെവി ആയിരുന്നു എന്നുള്ള. സോ at the end of the day there was only one thought in her mind അല്ലെ. അങ്ങനെ ആ ഒരു ദിവസമൊക്കെ എന്താണ്, ഇവളുടെ മനസ്സിൽ ഒരേ ഒരു തോട്ട് ഉണ്ടായിട്ടുണ്ടായിരുന്നുള്ളൂ, ഒരേ ഒരു ചിന്ത ഉണ്ടായിട്ടുണ്ടായിരുന്നുള്ളൂ എന്നുള്ള. എന്തായിരുന്നു എന്നുള്ള, യെസ്, she wanted to sit down. അവക്കില്ലേ എവിടെയെങ്കിലും ഒന്ന് എന്ത് ചെയ്യണം, ഒന്ന് ഇരിക്കണം. കാരണം ഒരുപാട് നേരമായിട്ട് അവളിങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ആള് ഭയങ്കര ടയർഡാണ്. പതിവില് അല്ലെ എല്ലാ യൂഷ്വൽ ഡേയ്സിനെ സംബന്ധിച്ചും അന്ന് ഭയങ്കര ഹെവിയർ ആയിട്ടുള്ള വർക്കാണ്. സോ ഒന്ന് ഇരിക്കണം എന്നുള്ള ആ ഒരൊറ്റ തോട്ട് മാത്രമേ നമ്മുടെ റോസ പാർക്സിന്റെ മനസ്സിലുണ്ടായിട്ടുണ്ടായിരുന്നുള്ളൂ. ഓക്കെ, ബട്ട് ഇറ്റ് വാസ് ഗെറ്റിംഗ് ലേറ്റ് ആൻഡ് എവരിബഡി വാസ് ഗോയിങ് ഹോം. പക്ഷെ എന്താണ്, ഇവളിങ്ങനെ വിചാരിക്കും വർക്ക് ഒന്ന് കഴിഞ്ഞാൽ ഒന്ന് ഇരിക്കണം എന്നുള്ള അല്ലെ. പക്ഷെ സമയം ഒരുപാട് ലേറ്റ് ആയിട്ടുണ്ട്. അത് മാത്രമല്ല എല്ലാ ആളുകളും എവിടെ പോവാണ്, വീട്ടിൽ പോവാണ് എന്നുള്ള അല്ലെ. അല്ല, അവര് ജോലിക്ക് കഴിഞ്ഞ് വീട്ടിൽ പോവാണ്. പിന്നെ ഇവക്കും എന്ത് ചെയ്യാനുള്ള സമയം അവിടെ ഇല്ല എന്നുള്ളതാണ്. നമ്മളെ റോസ പാർക്സിനും അവിടെ ഇരിക്കാനുള്ള സമയമില്ല എന്നുള്ള. സോ റോസ വാക്ക് ടു ദ ബസ് സ്റ്റോപ്പ് ആൻഡ് ഗോട്ട് ഓൺ എ ബസ് അല്ലെ. അങ്ങനെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, നമ്മുടെ റോസ പാർക്സും നേരെ ബസ് കയറാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ബസ് സ്റ്റോപ്പിലേക്ക് പോവാണ്. എന്നിട്ട് എന്താ പറഞ്ഞേ, ഗോട്ട് ഓൺ എ ബസ് എന്നാ പറഞ്ഞല്ലേ. ഗോട്ട് ഓൺ എ ബസ് എന്നാണ് ശരിക്കും. ഗോട്ട് ഓൺ എന്നുള്ളത് ശരിക്കും എന്താണ്, അവിടെ ഒരു ഫ്രേസൽ വെർബ് യൂസ് ചെയ്താട്ടോ. ഇവിടെ മീൻ ചെയ്യുന്നത് എന്താ വെച്ചാല് ബസ്സിലേക്ക് എൻട്രി ചെയ്ത് എന്നുള്ള അല്ലെ, ബസ്സിൽ കയറി
ഓക്കെ, എന്നിട്ടോ there were many vacant seats. അങ്ങനെ ബസ്സിൽ കയറിയ സമയത്ത് അവിടെ ഒരുപാട് വാക്കന്റ് ആയിട്ടുള്ള സീറ്റുകൾ ഉണ്ട് അല്ലെ, സീറ്റുകളൊക്കെ ഇങ്ങനെ കാലിയാണ്. ഓക്കെ, she paid her fare and sat on in the nearest seat. അങ്ങനെ എന്ത് ചെയ്ത് അവൾ അവളുടെ ആ ടിക്കറ്റ് ഫെയർ ഒക്കെ കൊടുത്തിട്ട് തൊട്ടടുത്ത് തന്നെയുള്ള ഒരു സീറ്റിൽ അവൾ ഇരുന്നു. ഓക്കെ, സെറ്റ് അല്ലേ, ഇതുവരെ ക്ലിയർ ആയല്ലോ. ഓക്കെ, സോ ഇനി നോക്കിട്ടോ. The bus was nearly empty. Rosa felt grateful. Her feet were very tired. They really needed a rest. അപ്പൊ ഇവിടെ പറഞ്ഞിട്ടുള്ള കാര്യം എന്താണ്? യെസ്, ബസ് ശരിക്കും എന്താണ്, ബസ്സിൽ ഒരു ആളുകളൊന്നും ഇല്ല അല്ലെ, ബസ്സൊക്കെ ഭയങ്കരമായിട്ട് കാലിയായിട്ട് സീറ്റുകളൊക്കെ ഇങ്ങനെ ഒഴിഞ്ഞു കിടക്കാന്. സോ അതുകൊണ്ട് തന്നെ റോസക്ക് ഭയങ്കര സന്തോഷമായിട്ടുണ്ട്. Her feet were very tired എന്നാ പറഞ്ഞത്, തന്റെ കാലുകളൊക്കെ ഭയങ്കരമായിട്ട് ടയേർഡ് ആണ് അല്ലെ, ക്ഷീണിച്ചിട്ടുണ്ട്, കാലൊക്കെ ഭയങ്കര വേദന ഉണ്ടാക്കും. സോ അതുകൊണ്ട് തന്നെ ശരിക്കും അവളുടെ കാലിന് എന്ത് കാണുന്നില്ല, they really needed a rest അല്ലെ, ഒരു കുറച്ച് റെസ്റ്റ് ആവശ്യമുണ്ട് അവളുടെ കാലുകൾക്ക്. So that was, however, something only Rosa knew. പക്ഷെ ആ ഒരു കാര്യം അല്ലേ, അവളുടെ കാലുകൾക്ക് റെസ്റ്റ് വേണം എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു കാര്യം റോസക്ക് മാത്രമല്ലേ അറിയുള്ളൂ, ബാക്കിയുള്ള ആളുകൾക്ക് ഇത് മനസ്സിലാവും അല്ലെ. എന്റെ കാലിന് ഏറ്റവും ഭയങ്കരമായിട്ടുള്ള പെയിൻ ഉണ്ട് എന്നുള്ളത് എനിക്ക് മാത്രം അറിയുന്ന ഒരു കാര്യമാണ്. അതേപോലെ എന്താണ്, റോസക്ക് മാത്രമേ അറിയുള്ളൂ റോസന്റെ ഫീറ്റ് അത്രയും ടയർഡ് ആണ്, സോ അവൾക്ക് റെസ്റ്റ് വേണം എന്നുള്ള കാര്യം. ഓക്കെ, സോ എന്താണ് സംഭവിച്ചത് പിന്നെ? The driver of the bus knew nothing about her feet. ഈ ബസ്സിന്റെ ഡ്രൈവറിന് എന്തെങ്കിലും കാര്യം അറിയാം അവളുടെ കാലിനെ പറ്റിയിട്ട്? ഇല്ല അല്ലെ, നത്തിങ് എന്നാ പറയാ, നത്തിങ് അബൌട്ട് ഹർ ഫീറ്റ്. അവളുടെ കാലിനെ പറ്റിയിട്ട് ഒരു കാര്യം ബസ്സിന്റെ ഡ്രൈവർക്ക് അറിയില്ല. He did not even know her name. അവന് എന്തും കൂടി അറിയില്ല, അവളുടെ പേരെന്താണ് എന്ന് പോലും അറിയില്ലല്ലോ അല്ലെ, ബസ് ഡ്രൈവർ അല്ലേ. പാസഞ്ചറുടെ പേരൊക്കെ അറിയോ? ഇല്ല, ഒന്നും അറിയില്ല. പക്ഷെ എന്താണ്, he saw that she was not white. പക്ഷെ ഒറ്റ കാര്യം അറിയാം, എന്താ അറിയാം? യെസ്, അവള് വൈറ്റ് അല്ല അല്ലെ, വെള്ളക്കാരല്ല എന്നുള്ള കാര്യം മനസ്സിലാവും. കാരണം ആള് എന്താണ്, വൈറ്റ് ആയിട്ടുള്ള വുമൺ അല്ല എന്നുള്ളത് മാത്രം അറിയാം, അത് കണ്ടാൽ മനസ്സിലാവുമല്ലോ. അപ്പൊ ആ കാര്യം മാത്രമേ നമ്മുടെ ഡ്രൈവർക്ക് അറിയുള്ളൂ, ബാക്കിയുള്ള ഒരു കാര്യം അറിയണ്ട ഡ്രൈവർക്ക് അല്ലെ. ഷി വാസ് എ ബ്ലാക്ക് പാസഞ്ചർ. അവൻ എന്തറിയാം, അവളൊരു ബ്ലാക്ക് ആയിട്ടുള്ള ഒരു യാത്രക്കാരിയാണ് അല്ലെ, ഒരു പാസഞ്ചർ ആണ് എന്നുള്ള കാര്യം അറിയാം. ഓക്കെ, സോ ആൻഡ് ദാറ്റ് ഹി തോട്ട് വാസ് ഓൾ ഹി നീഡഡ് ടു നോ അബൌട്ട് ഹർ. സോ അവനെ സംബന്ധിച്ചിടത്തോളം എന്താണ്, അവന് ആകെയുള്ള ഒരു ആവശ്യം എന്ന് പറഞ്ഞാൽ അതന്നെയാണ്, അവള് ബ്ലാക്ക് ആണോ വൈറ്റ് ആണോ എന്ന് അറിയാം, അതറിയാം. ഓക്കെ, അത് മാത്രമാണ് അവൻ അറിയാൻ അവിടെ നോക്കുന്നുള്ളൂ, അത് മാത്രം അവനറിയാം. ബട്ട് ഹി വാസ് മേക്കിംഗ് എ മിസ്റ്റേക്ക്. ശരിക്കും പക്ഷെ അവൻ അവിടെ എന്താ ചെയ്യുന്നത് എന്നുള്ളതാണ്, ഹി വാസ് മേക്കിംഗ് എ മിസ്റ്റേക്ക് അല്ലെ, വലിയ തരത്തിലുള്ള ഒരു പിഴവാണ് അവൻ അവിടെ ഉണ്ടാക്കുന്നത് എന്നുള്ള അല്ലെ, വലിയൊരു മിസ്റ്റേക്ക് ആണ് അവൻ അവിടെ ചെയ്യുന്നത്, തെറ്റാണ് അവിടെ ചെയ്യുന്നത്. ഇറ്റ് വാസ് എ മിസ്റ്റേക്ക് ദാറ്റ് കോസ്റ്റ് ഹിസ് കമ്പനി എ ലോട്ട് ഓഫ് മണി. എന്നാൽ അത് എങ്ങനെയുള്ള ഒരു മിസ്റ്റേക്ക് കൂടിയാണ് എന്നാ പറഞ്ഞത്, അവൻ വർക്ക് ചെയ്യുന്ന അവന്റെ കമ്പനിക്ക് അല്ലെ ഒരുപാട് എന്താണ് രൂപയുടെ അല്ലെ, ഒരുപാട് റുപ്പീസിന്റെ, ഒരുപാട് മണിയുടെ നഷ്ടം ഉണ്ടാക്കിയിട്ടുള്ള ആ ഒരു മിസ്റ്റേക്കും കൂടിയാണ് അവൻ ഇവിടെ ചെയ്യുന്നത് എന്നുള്ള കേട്ടോ. ഓക്കെ, എന്നിട്ട് എന്താണ്, our story begins in America in a town called Montgomery അല്ലെ. അപ്പൊ നമ്മുടെ ഈ കഥ നടക്കുന്നത് എവിടെ എന്നുള്ളതാണ്, അമേരിക്കയിലുള്ള ഒരു ടൗൺ ആയിട്ടുള്ള മോങ്ടോമറി എന്ന് പറഞ്ഞിട്ടുള്ള അല്ലെ, യെസ്, മോൺഗോമറി എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ ടൗണിൽ, അമേരിക്കയിലുള്ള ഈ ടൗണിൽ വെച്ചിട്ടാണ് ഈ സംഭവം നടക്കുന്നത്. ഓക്കെ, എന്നിട്ട് എന്താണ്, അപ്പൊ ഈ റോസ ആരാണെന്ന് നമ്മൾ അറിയണം അല്ലെ. നമ്മളിപ്പോ റോസന്റെ ഒരു സിറ്റുവേഷൻ പറഞ്ഞു, റോസ ബസ്സിൽ കയറിയിരിക്കുന്ന സമയത്ത് എങ്ങനെയാണ് റോസന്റെ കാലിന് വേദന ഉണ്ടായിട്ടുണ്ടായിരുന്നോ, പിന്നെ അതേപോലെ തന്നെ ബസ്സിൽ ആരും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല അല്ലെ, ആ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. സോ ആരാണ് അപ്പൊ ഈ റോസ അല്ലെ, അവരെ പറ്റി നമ്മൾ പറയാട്ടോ. റോസ വാസ് an ordinary woman with a job in a dressmaker shop. അപ്പൊ റോസ എന്ന് പറയുന്ന ആളെന്താണ്, വളരെ സാധാരണക്കാരിയായിട്ടുള്ള ഒരു സ്ത്രീയാണ് അല്ലെ, ഓർഡിനറി വുമൺ ആണ് എന്നതാണ്. സോ ഹു ഈസ് വർക്കിംഗ് ഇൻ എ ഡ്രസ് മേക്കർ ഷോപ്പ്. അവൾ എവിടെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളതാണ്, ഒരു ഡ്രസ് മേക്കേഴ്സിന്റെ ഷോപ്പിലാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളതാണ്. ദി ഡേ വാസ് എൻ ഓർഡിനറി വർക്കിംഗ് ഡേ അല്ലെ, ആ ദിവസം എന്താണ്, നോർമലായിട്ട് എന്നും എങ്ങനെയാണ് അവൾ വർക്ക് ചെയ്യുന്നത് അതേപോലെ തന്നെയുള്ള ഒരു ഓർഡിനറി വർക്കിംഗ് ഡേ ആണ്. സോ ഇറ്റ് വാസ് ദ ഫസ്റ്റ് ഡേ ഓഫ് ഡിസംബർ ഇൻ ദ ഇയർ 1955. പക്ഷെ ആ ദിവസം എന്ന് പറഞ്ഞാൽ 1955 അല്ലെ, ഡിസംബർ 1 എന്നുള്ള, ഡിസംബറിലെ ഫസ്റ്റ് ഡേ ആണ് എന്നുള്ളതാണ്. റോസ ഹാഡ് എ ലവിംഗ് ഫാമിലി. റോസയ്ക്ക് എന്തുണ്ട്, ഭയങ്കര എന്താണ്, നല്ല സ്നേഹമുള്ള നല്ലൊരു ഫാമിലി ഒക്കെ ഉണ്ട്. ഷീ annoyed nobody. Her manners were mad. അവളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എന്തില്ല, ആരോടും അങ്ങനെ അസൂയൊന്നുമില്ല. അവളുടെ സ്വഭാവം ഒക്കെ എന്താണ്, ഭയങ്കര എന്താണ്, നല്ല സൗമ്യതയിലാണ് അല്ലെ, വളരെ മൈൽഡ് ആയിട്ടാണ് അവള് പെരുമാറിയിട്ടുണ്ടായിരുന്നത് എന്നുള്ളതാണ്. She spoke in a quiet, soft voice അല്ലെ, അവൾ സംസാരിക്കുന്നതൊക്കെ എന്താണ്, ഭയങ്കരമായിട്ടൊരു ക്വയറ്റ് ആയിട്ട് നല്ല സോഫ്റ്റ് വോയിസിലാണ് അവൾ സംസാരിക്കുന്നത് എന്നുള്ള. She always obeyed the laws of the country and brought no rules. അവളെ സംബന്ധിച്ചിടത്തോളം അവൾ എന്താ ചെയ്തിട്ടുണ്ടായിരുന്നത്, ആ രാജ്യത്തുള്ള അല്ലെ, അവളുടെ കൺട്രിയിലുള്ള ഒരു റൂൾസും ഒരു നിയമങ്ങളും അവൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, ഒബേ ചെയ്യാതിരുന്നിട്ടൊന്നുമില്ല. ഓക്കെ, എല്ലാ കാര്യങ്ങളും അവള് ഒബേ ചെയ്തിട്ടുണ്ടായിരുന്നു. അറ്റ് ദ
അനുസരിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. ആൻഡ് ബ്രോക്ക് നോ റൂൾസ്, ഒരു റൂൾസും അവൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, ബ്രേക്കും ചെയ്തിട്ടില്ല അല്ലെ, ഒന്നിനും എതിരെ അവൾ ഒന്നും പ്രവർത്തിച്ചിട്ടില്ല ഇതുവരെ. ഓക്കെ, അത്രയും നല്ല പൊളൈറ്റ് ആയിട്ട് ജീവിക്കുന്ന ഒരു ഓർഡിനറി ആയിട്ടുള്ള വുമൺ ആണ് നമ്മുടെ റോസ പാർക്സ് എന്ന് പറഞ്ഞാൽ. But in those days, പക്ഷെ ആ ദിവസങ്ങൾ അല്ലെ, not all laws and rules were fair. പക്ഷെ ആ ദിവസങ്ങളിലൊക്കെ അവിടെ ഉണ്ടായിട്ടുണ്ടായിരുന്ന നിയമങ്ങൾ അല്ലെ, ലോസ് എന്നൊക്കെ പറഞ്ഞാൽ, അതേപോലെ തന്നെ അല്ലെ അവിടുത്തെ നിയമങ്ങളും റൂൾസ് എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ എന്താണ്, ഫെയർ അല്ലായിരുന്നു എന്നുള്ള പറഞ്ഞ. ഫെയർ എന്ന് പറഞ്ഞാൽ എന്താണ്, യെസ്, എല്ലാം ന്യായമായിട്ടുള്ള റൂൾസ് അല്ലായിരുന്നു അവിടെ ഉണ്ടായിട്ടുണ്ടായിരുന്നു അല്ലെ. യെസ്, that day when Rosa sat in that seat on that bus, she had not thought of breaking any rule. പക്ഷെ റോസനെ സംബന്ധിച്ചിടത്തോളം റോസ ആ ഒരു ദിവസം ആ ബസ്സിലെ സീറ്റിൽ ഇരുന്നിട്ട് അല്ലെ, അവൾ ഒരിക്കലും ആ ബസ്സിൽ ആ സീറ്റിൽ ഇരിക്കുക എന്നുള്ളതിന്റെ അപ്പുറത്തേക്ക് ഞാനൊരു റൂള് ബ്രേക്ക് ചെയ്യാൻ പോകുന്നു എന്നുള്ള അങ്ങനെയുള്ള ചിന്തൊന്നും ആക്കില്ലായിരുന്നു. ആള് ജസ്റ്റ് കൂളായിട്ട്, ആൾക്ക് ഭയങ്കര കാലുവേദന ഒക്കെ ഉണ്ടായിട്ട് കയറിയിരുന്നല്ലേ. അപ്പൊ അവളെ സംബന്ധിച്ചിടത്തോളം ഷീ ഹാഡ് നോട്ട് തോട്ട് ഓഫ് ബ്രേക്കിംഗ് എനി റൂൾ, ആ ഒരു റൂളും ബ്രേക്ക് ചെയ്യുക അങ്ങനെയുള്ള ചിന്തൊന്നും ഇല്ലായിരുന്നു. It happened before the bus started അല്ലെ. അങ്ങനെ ആ സംഭവം ശരിക്കും സ്റ്റാർട്ട് ചെയ്യുന്ന തന്നെ എവിടെ വെച്ചിട്ടാണെന്നുള്ള, എപ്പോഴാണ് ഈ ബസ് സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലെ, അതിന് തൊട്ട് മുന്നേ ആണ് എന്നുള്ള കേട്ടോ. When the warning bell rang, passengers rushed in. അങ്ങനെ ഈ ബസ് എന്താണ് എടുക്കാൻ പോകുന്ന സമയം അല്ലെ, ബസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന്റെ മുന്നേ എന്തുണ്ടാവും, ഭയങ്കരമായിട്ട് ഈ വാർണിംഗ് ബെൽ ഒക്കെ അടിക്കും അല്ലെ. അപ്പൊ ബെല്ല് ഇങ്ങനെ അടിക്കുന്ന സമയത്ത് എല്ലാ ആൾക്കാരും പാസഞ്ചേഴ്സ് ഒക്കെ എന്താണ് പെട്ടെന്ന് തന്നെ ഇതിലേക്ക് ഇരച്ചു കയറാണല്ലേ, റഷ് ആയിട്ട് പെട്ടെന്ന് തന്നെ ഉള്ളിലേക്ക് കയറാണ്. Many of them were white Americans. അങ്ങനെ കയറിയിട്ടുള്ള പാസഞ്ചേഴ്സിൽ ഒരുപാട് ആളുകൾ എന്താണ്, വൈറ്റ് അമേരിക്കൻസ് ആണല്ലേ, വെള്ള ആളുകളാണ് എന്നുള്ളതാണ്. Each time a white passenger climbed into the bus, a black passenger got up from a seat and moved away. എന്ത് ചെയ്യണം എന്ന് പറഞ്ഞേ, ഓരോ സമയം അല്ലെ, ഒരു വൈറ്റ് മാൻ ഉള്ളിലേക്ക് കയറിയാല് ഇരിക്കുന്ന ഏതെങ്കിലും ഒരു ബ്ലാക്ക് മാൻ എന്ത് ചെയ്യണം, എണീറ്റ് പുറകേക്ക് പോകണം എന്നുള്ളതാണ്. എന്നിട്ട് ഈ വൈറ്റ് അമേരിക്കൻ അവിടെ ഇരിക്കണം. അപ്പൊ ആ ഇരിക്കാനുള്ള സീറ്റ് ആര് കൊടുക്കണം, ഈ ബ്ലാക്ക് ആയിട്ടുള്ള അമേരിക്കൻസ് കൊടുക്കണം എന്നുള്ളതാണ് അവിടെ ചെയ്യുന്നത് അല്ലെ. ഓരോ ആളുകൾ ഇങ്ങനെ കയറുമ്പോഴും ഈ ഒരു പ്രോസസ്സ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ആ ബസ്സിൽ. The rule was simple and clear. അപ്പൊ അവിടെയുള്ള ആ റൂള് എന്ന് പറഞ്ഞാൽ അല്ലെ ശരിക്കും ഭയങ്കര സിമ്പിൾ ആണ്, ക്ലിയർ ആണ്, നമുക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാവും എന്താണ് അവിടുത്തെ റൂള് എന്നുള്ളത് അല്ലെ. നമുക്കിപ്പോ മനസ്സിലായല്ലേ എന്താണ്. യെസ്, ബ്ലാക്ക് പാസഞ്ചേഴ്സ് ഹാഡ് ടു ഗിവ് അപ്പ് ദെയർ സീറ്റ് when white passengers came in. എന്താ ചെയ്യേണ്ടത്, ഏതെങ്കിലും ഒരു വൈറ്റ് ആയിട്ടുള്ള പാസഞ്ചർ ഉള്ളിലേക്ക് വന്നാൽ ബ്ലാക്ക് പാസഞ്ചർ എന്ത് ചെയ്യണം, അവരുടെ സീറ്റ് ഒഴിഞ്ഞു കൊടുക്കണം എന്നുള്ളത്, ഒഴിഞ്ഞു കൊടുത്തിട്ട് പിറകെ പോയിട്ട് നിൽക്കണം നമ്മളെ എന്നുള്ളതാണ്. സോ they had to get off the bus and go round to the back door. ഇവരെന്താ ചെയ്യേണ്ടത്, ബ്ലാക്ക് ആയിട്ടുള്ള പാസഞ്ചേഴ്സ് അവര് ഈ ബസ്സിൽ നിന്ന് ഇറങ്ങി പോയിട്ട് അല്ലെ, യെസ്, എന്നിട്ട് പിന്നിലൂടെ ഉള്ള ഡോറിൽ കയറിയിട്ട് ബാക്കിൽ അവര് നിൽക്കണം. They could then get on the bus again as standing passengers. എന്നിട്ട് അവരെന്താ ചെയ്യുന്നത്, യെസ്, അവര് വീണ്ടും എന്താണ് സ്റ്റാൻഡിങ് പാസഞ്ചേഴ്സ് ആയിട്ട് ഈ ബസ്സിൽ നിൽക്കുകയാണല്ലേ. അതുവരെ ഇരുന്നിട്ടുണ്ടായിരുന്ന ആളുകൾ വൈറ്റ് ആയിട്ടുള്ള പാസഞ്ചേഴ്സ് വരുമ്പോഴത്തേന് തൊട്ടപ്പുറത്ത് കൂടെ ഇറങ്ങി പോയിട്ട് അവരിങ്ങനെ പിന്നിൽ ഇങ്ങനെ നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. That day all the sitting black passengers gave up their seat except Rosa. പക്ഷെ ആ ദിവസം എന്ത് ചെയ്തു, എല്ലാ ബ്ലാക്ക് ആയിട്ടുള്ള ആളുകളും യെസ് അവരുടെ സീറ്റ് ഇങ്ങനെ ഒഴിഞ്ഞു കൊടുത്തു. പക്ഷെ നമ്മുടെ റോസ മാത്രം ഒഴിഞ്ഞു കൊടുത്തിട്ടില്ല അല്ലെ. യെസ്, സീറ്റ് എക്സെപ്റ്റ് റോസ എന്നാ പറയാ, റോസ മാത്രം പക്ഷെ അങ്ങനെ സീറ്റ് ഒഴിഞ്ഞു കൊടുത്തിട്ടില്ല. She did not seem to notice what was happening. അവള് എന്താണ് അവിടെ സംഭവിക്കുന്നത് അല്ലെ, ആ സംഭവിക്കുന്ന കാര്യങ്ങളൊന്നും എന്താണ് ഒന്നും നോട്ടീസ് ചെയ്യ പോലും ഇല്ലാതെ ഒന്നിലേക്ക് ശ്രദ്ധിക്കാതെ ഇവൾ ഇങ്ങനെ ഇരിക്കുകയാണ്. ഓക്കെ, a white passenger stood at the door and looked at her. അപ്പൊ ആ സമയത്ത് എന്താണ് ഇവളിങ്ങനെ ഒന്നും കാണാത്ത പോലെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു വെള്ള അല്ലെ ഒരു വൈറ്റ് പാസഞ്ചർ എന്ത് ചെയ്യുന്നുണ്ട്, ഡോറിന്റെ അടുത്ത് നിൽക്കുന്നുണ്ട്. ആക്ക് സീറ്റില്ല, അതിനകത്ത് മാത്രല്ല, എന്നിട്ട് ഇങ്ങനെ നോക്കുക അല്ലെ, ഇവള് എണീക്കുന്നില്ല. സോ ഇവളെങ്ങനെ നോക്കുന്നുണ്ട് എന്നുള്ള. She sat still. പക്ഷെ അപ്പോഴും നമ്മളെ റോസാ പാർക്സ് എന്താണ് ഭയങ്കര നിശ്ചലമായിട്ട് ആളൊന്നും നോക്കാതെ കൂളായിട്ട് ഇരിക്കുകയാണല്ലേ, അവിടെ ഇരിക്കുകയാണ്. It was time for the bus to leave. അങ്ങനെ എന്ത് ചെയ്തു, ഈ ബസ് പോകുന്ന സമയമായല്ലേ. യെസ്, ബസ്സിന് പോകാനുള്ള സമയമായിട്ടോ. But how could the driver start? പക്ഷെ എങ്ങനെ നമ്മുടെ ഡ്രൈവർ ബസ് സ്റ്റാർട്ട് ചെയ്യും അല്ലെ. ബസ് സ്റ്റാർട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ ബസ് ഡ്രൈവർ ഉദ്ദേശിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്, അത് നടക്കണല്ലോ. സോ ബസ് എന്ത് ചെയ്യുന്നില്ല, സ്റ്റാർട്ട് ചെയ്യുന്നില്ല കേട്ടോ. A white passenger was standing at the door. ആ ബസ് പോവാനുള്ള സമയമായിട്ടുണ്ട്. പക്ഷെ ഡ്രൈവർ നോക്കുന്ന സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു വൈറ്റ് ആയിട്ടുള്ള പാസഞ്ചർ ഈ ഡോറിന്റെ അടുത്ത് ഇങ്ങനെ നിൽക്കുന്നുണ്ട് അല്ലെ. യെസ്, ആൻഡ് എ ബ്ലാക്ക് പാസഞ്ചർ വാസ് നോട്ട് കട്ടിംഗ് ഓഫ്. എന്നിട്ട് എന്ത് ചെയ്യുന്നില്ല, ഒരു ബ്ലാക്ക് പാസഞ്ചർ അവിടെ ഇരിക്കുന്നുണ്ട്, അവൾ എണീക്കുന്നില്ല അല്ലെ, എഴുന്നേറ്റ് കൊടുക്കുന്നില്ല എന്നല്ല. അത് പാസഞ്ചേഴ്സ് ഗ്രിംപാഷൻ. അപ്പൊ എന്ത് ചെയ്തു, ബാക്കിയുള്ള പാസഞ്ചേഴ്സ് ഒക്കെ ഉണ്ടല്ലേ, മറ്റുള്ള യാത്രക്കാരൊക്കെ ഉണ്ട്, അവരൊക്കെ ഭയങ്കരമായിട്ട് ഇംപാഷൻഡ് ആയി എന്നുള്ളതാണ് അല്ലെ, അക്ഷമരായി എന്നുള്ളതാണ്. They gave her angry looks. അവരെന്ത് ചെയ്ത് ഭയങ്കരമായിട്ട് ഇങ്ങനെ ദേഷ്യം പിടിച്ചിട്ട് അല്ലെ, എന്താ വെക്കുന്ന എണീറ്റാല് എന്നുള്ള ആ ഒരു
ആ ലുക്കോട് കൂടിയിട്ട് അവളെ ഇങ്ങനെ നോക്കിയിരിക്കണം. അവരെന്ത് ചെയ്യുന്നുണ്ട്, പരസ്പരം ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ പെറുപിറുത്തോണ്ട് അല്ലെ പറ്റേഡ് ചെയ്തോണ്ട് കേഴ്സ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, അവരിങ്ങനെ ശപിക്കുന്നുണ്ട് അവളെ എന്നുള്ള അല്ലെ, എന്താണ് ഈ ആള് എണീറ്റ് കൊടുക്കുന്നില്ല എന്നുള്ള രീതിയിലോ. സോ Rosa neither spoke nor still. She sat still. പക്ഷെ ആ സമയത്ത് നമ്മുടെ റോസ ചെയ്യുന്നില്ല, ഒന്നും സംസാരിക്കുന്നില്ല, ഒന്നിലേക്ക് അല്ലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും തിരിയുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല. She sat still. അവൾ എപ്പോഴും ഇങ്ങനെ നിശ്ചലമായിട്ട് ഒന്നും കാണാത്ത പോലെ ഒന്നും കേൾക്കാത്ത പോലെ കൂളായിട്ട് ഇരിക്കുകയാണ് നമ്മുടെ റോസ. ഓക്കെ, she was thinking അല്ലെ, അവൾ ആലോചിക്കുകയാണ്. എന്താണ് ആലോചിക്കുന്നത് നമ്മളെ റോസ എന്നുള്ളതാണ്. What should I get up? ഞാൻ എന്തിനു എണീക്കണം അല്ലെ, ഞാൻ എന്തിനു എഴുന്നേൽക്കണം? Yes, I have paid the same as a white passenger has paid. ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, എന്താണോ അല്ലെ ആ വൈറ്റ് പാസഞ്ചർ എത്രയാണോ ഫെയർ കൊടുത്തിട്ടുള്ളത് അതേപോലെ തന്നെ ഞാനും കൊടുത്തിട്ടില്ലേ അല്ലെ. My ticket is not a cent cheaper than this. എന്റെ ടിക്കറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ വൈറ്റ് പാസഞ്ചറിനേക്കാൾ അല്ലെ ഒരു തുള്ളി പോലും എന്ത് ചെയ്യുന്നില്ല, അതിൽ കുറവില്ല, ചീപ്പർ അല്ല എന്നുള്ളതാണ്. And I'm more tired than he is. ആൻഡ് അത് മാത്രല്ല അദ്ദേഹത്തിനേക്കാളും അല്ലെ വളരെ ക്ഷീണിച്ചിട്ടുണ്ട് ഞാനേ എന്നുള്ളതാണ്, ടയർഡ് ആണ് ഞാനേ എന്നുള്ളതാണ് പറയുന്നത്. ആൻഡ് ഹി ഈസ് നൈദർ ഓൾഡ് നോർ ഡിസേബിൾഡ്. ആൻഡ് അത് മാത്രല്ല ആള് ഓൾഡ് മാൻ അല്ലല്ലോ, ഡിസേബിൾഡ് ആയിട്ടുള്ള ആളും അല്ല അല്ലെ, ഇതൊന്നും അല്ല, പിന്നെ ഇപ്പൊ ഞാൻ എന്തിനാണ് എഴുന്നേറ്റ് കൊടുക്കുന്നത് എന്നുള്ളതാണ് ആര് ചിന്തിക്കുന്നത്, നമ്മുടെ റോസ പാർക്സ്. സോ why should I give up my seat? അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അല്ലെ എന്തിന് ഞാൻ എന്റെ സീറ്റ് കൊടുക്കണം? He is thinking for this seat because he is a white. ആ ആള് ഈ ഒരു സീറ്റിനെ പറ്റിട്ട് ആലോചിക്കുന്നുണ്ട് അല്ലെ, ഈ സീറ്റ് എനിക്ക് കിട്ടണം എന്ന് ആള് വിചാരിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ്? വൈറ്റ്, ആള് വൈറ്റ് ആയതുകൊണ്ട് മാത്രമാണ്. വേറെ എന്ത് നോക്കണമെന്നുണ്ടെങ്കിലും ഞാൻ എന്തിനാ കൊടുക്കുന്നത് അല്ലെ, എന്തിന് കൊടുക്കേണ്ട ഒരു ആവശ്യമില്ല. സോ that can be right. അതെന്തല്ല, അത് ശരിയാണോ? അത് ശരിയല്ല അല്ലെ, അത് ശരിയല്ല എന്നതാണ്. That moment Rosa made a decision. അല്ലെ ആ ഒരു സമയത്ത് റോസ എന്തെടുക്കാണ്, ഒരു കടുത്തല്ലേ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ എടുക്കുകയാണ് എന്നുള്ള ഉറച്ചൊരു തീരുമാനം നമ്മുടെ റോസ എടുത്തു. എന്താണ്? This rule is unfair. ഈ ഒരു നിയമം എന്ന് പറഞ്ഞാൽ എന്തല്ല, അത് ന്യായമായിട്ടുള്ള കാര്യമല്ല അല്ലെ, ഇത് അൺഫെയർ ആയിട്ടുള്ള കാര്യമാണ് എന്നുള്ളതാണ്. ആൻഡ് റൂൾസ് ഔട്ട് ടു ബി ഫെയർ. റൂൾസ് എന്ന് പറഞ്ഞാൽ അല്ലെ ഇത്തരത്തിലുള്ള നിയമങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ എന്താവണം, അത് ഫെയർ ആവണം, അത് ന്യായമായതാവണം എന്നുള്ളതാണ് അല്ലെ. യെസ്, നിയമങ്ങള് ന്യായമായിട്ടുള്ളതാവണം. ഇഫ് എ റൂൾ ഈസ് അൺഫെയർ, ഏതെങ്കിലും റൂൾ അല്ലെ ഇത്തരത്തിലുള്ള റൂളൊക്കെ നിയമങ്ങളൊക്കെ എന്താണ് എന്നുണ്ടെങ്കിൽ അൺഫെയർ ആണ് എന്നുണ്ടെങ്കിൽ, അന്യായമായിട്ടുള്ള രീതിയിലാണ് എന്നുണ്ടെങ്കിൽ അതെന്താണ്, അത് പാലിക്കപ്പെടേണ്ട കാര്യമാണോ? ഇല്ല അല്ലെ, അത് നമ്മൾ ഒഴിവാക്കണം. It are not to be the rule book. അത് എന്തിലുണ്ടാവാൻ പാടില്ല, നമ്മുടെ റൂൾ ബുക്ക് അല്ലേ, നമ്മളെ നിയമങ്ങളൊക്കെ എഴുതിയിട്ടുള്ള പുസ്തകത്തിൽ ഉണ്ടാവാൻ പാടുണ്ടോ? ഇല്ല. എന്താണ് റൂൾ ബുക്കിലുള്ള റൂൾസ് എന്ന് പറഞ്ഞാൽ അതെന്താവണം, എല്ലാ ആളുകൾക്കും ഫെയർ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ അതിൽ എഴുതാൻ പാടുള്ളൂ. സോ അൺഫെയർ ആയിട്ടുള്ള റൂൾസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അത് പാലിക്കേണ്ട ആവശ്യമില്ല എന്നുള്ള അല്ലെ. Therefore it ought not to be obeyed. അത് മാത്രമല്ല അൺഫെയർ ആയിട്ടുള്ള ലോസ് എന്ന് പറഞ്ഞാൽ റൂൾസ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണ്ട, നമ്മൾ ഒബേ ചെയ്യണം, വേണ്ട, നമ്മൾ അനുസരിക്കേണ്ട ആവശ്യമില്ല അല്ലെ. If people go on obeying such a bad rule, അതായത് ഇവിടെ പറഞ്ഞിട്ടുള്ള എന്താണ്, നമ്മുടെ ജനങ്ങൾ അല്ലെ, if people എന്നാ പറഞ്ഞിട്ടുള്ളത്, ജനങ്ങള് go on obeying. go on എന്ന് പറഞ്ഞാൽ എന്താണ്, കണ്ടിന്യൂ ആയിട്ട് അല്ലെ, നമ്മളിങ്ങനെ തുടരുകയാണ്. എന്ത് തുടരുകയാണെന്നുണ്ടെങ്കിൽ obey, നമ്മൾ അനുസരിക്കൽ തുടങ്ങിയാൽ എങ്ങനെയുള്ള എന്ത് അനുസരിക്കുക, such a bad rule. ഇത്തരത്തിലുള്ള തെറ്റായിട്ടുള്ള റൂൾസ് നമ്മൾ ഇങ്ങനെ അല്ലെ നമ്മളെന്താണ് അനുസരിക്കുകയാണെന്നുണ്ടെങ്കിൽ it will stay in the book forever. ഈ ബുക്കില് കാലാകാലത്തുള്ള എന്നേക്കുമായിട്ട് ഇത്തരത്തിലുള്ള ഒരു അൺഫെയർ ആയിട്ടുള്ള റൂൾ ഉണ്ടാവില്ലേ, എല്ലാ കാലത്തും പിന്നെ എന്ത് ചെയ്യണം, ആളുകള് അത്തരത്തിലുള്ള റൂള് പിന്നെ ഫോളോ ചെയ്യണ്ടേ? യെസ്, വേണം. അപ്പൊ നമ്മൾ എന്താ ചെയ്യണ്ടേ? സോ someone should do something about it someday. അപ്പൊ അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ അല്ലെ ഏതെങ്കിലും ഒരാള് ഏതെങ്കിലും ഒരു ദിവസം ഇത്തരത്തിലുള്ള റൂളിന്റെ എതിരെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ പ്രതികരിക്കണം, വേണ്ടേ? യെസ്. അപ്പൊ അതന്നെയാണ് I think that day has arrived. അതെ, അപ്പൊ എന്താ റോസ പാർക്സ് വിചാരിക്കണം അല്ലെ? യെസ്, I think that day has arrived. അങ്ങനെയാണെന്നുണ്ടെങ്കിലേ ആ ദിവസം വന്നു എന്നുള്ളതാണ് ഇവിടെ റോസ പാർക്സ് പറയുന്നത് അല്ലെ. അപ്പൊ ഈ റൂൾസിനെതിരെ എന്ത് ചെയ്യണം, അവിടെ പോരാടണം എന്നതാ. അപ്പൊ ആ ദിവസമാണ് ഇന്ന് വന്നിട്ടുള്ളത് എന്നുള്ളതാണ് നമ്മുടെ റോസ പാർക്സ് റിയലൈസ് ചെയ്യുന്ന ഒരു കാര്യം. ഓക്കെ, യെസ്. നൗ
When Rosa did not get up, the driver got angry. അപ്പൊ എന്ത് ചെയ്യുന്നുണ്ട് നമ്മുടെ റോസ പാർക്സ് ഇങ്ങനെയൊക്കെ മനസ്സിലിങ്ങനെ വെച്ചു. യെസ്, ഇന്ന ഡേ ആണല്ലേ, യെസ് ഞാൻ ഇന്ന് ഇതിനെതിരെ പോരാടും എന്നുള്ള ആ റെക്കഗ്നൈസ് ചെയ്തിട്ടുള്ള ദിവസം വന്നു. അപ്പൊ ആ സമയത്ത് എന്താണ്, റോസ എണീക്കുന്നില്ലല്ലോ. സോ അതുകൊണ്ട് തന്നെ ഡ്രൈവർ ഇങ്ങനെ നോക്കി. ഡ്രൈവർ നോക്കിയിട്ട് എന്താണ്, ഡ്രൈവർ ഗോട്ട് ആംഗ്രി അല്ലെ, ആള് ഭയങ്കരമായിട്ട് ദേഷ്യമാണ്. എന്താണ് ഇവള് എണീക്കുന്നില്ല അല്ലെ, അത് പറഞ്ഞിട്ട് ഇങ്ങനെ ഭയങ്കരമായിട്ട് ചൂടാണ്. If he let her sit and left a white passenger standing, he was breaking the law. അവനെ സംബന്ധിച്ചിടത്തോളം അവന്റെ പേടി എന്താണ്, യെസ് അവളെ ഇരുപ്പിച്ചോണ്ട് അല്ലെ, ഈ ബ്ലാക്ക് പാസഞ്ചർ അവിടെ ഇരുന്നിട്ട് ഈ വൈറ്റ് പാസഞ്ചർ ഇങ്ങനെ നിന്നിട്ടും ഇവൻ വണ്ടി എടുത്താൽ ആ റൂൾ അല്ലെ, ആ ലോ നിയമത്തിനെതിരെ ഇവൻ അവിടെ ചെയ്യുന്ന പോലെയാണ്. ഓക്കെ, സോ നോക്ക്, ഹി വാസ് ബ്രേക്കിംഗ് ദ ലോ. ആ ലോ അവിടെ ഇവൻ എന്ത് ചെയ്യുന്നുണ്ട്, ബ്രേക്ക് ലംഘിക്കുന്ന പോലെയാണ് എന്നുള്ളതാണ് ആ ഡ്രൈവറെ സംബന്ധിച്ചിടത്തോളം. ഹേ ആൻഡ് ഹിസ് കമ്പനി കുഡ് ബി പണിഷ്ഡ് ഫോർ ഇറ്റ്. അവനും അവന്റെ കമ്പനിക്ക് എന്ത് ഉണ്ടാവും, ഇതിന് പണിഷ്മെന്റ് കിട്ടുമോ എന്നുള്ള അല്ലെ, പണിഷ്മെന്റ് അവർക്ക് കിട്ടും അവർ ഈ ഒരു ലോ ബ്രേക്ക് ചെയ്താലോ. സോ ഹി ഗോട്ട് അപ്പ് ഫ്രം ഹിസ് സീറ്റ്. അങ്ങനെ എന്ത് ചെയ്തു, നമ്മള് ഡ്രൈവർ അല്ല സീറ്റിൽ നിങ്ങളുടെ എണീറ്റ് വരാണോ, എന്നിട്ട് പറയാം ഗോ ടു ദ ബാക്ക്. എന്ത് ചെയ്യാണ്, എന്താണ് പറഞ്ഞിട്ടുള്ളത്, എന്നിട്ട് ബാക്ക് പോയെന്ന് പറയാണ് അല്ലെ നമ്മുടെ റോസ പാർക്സിനോട്. ഹി ഓർഡേർഡ്, അവര് ഓർഡർ ചെയ്യാണ്. ഓക്കെ, സോ ബട്ട് റോസ സാറ്റ് സ്റ്റിൽ. പക്ഷെ അപ്പോഴും നമ്മുടെ റോസ എന്താണ്, ഭയങ്കര സ്റ്റിൽ ആയിട്ടിരിക്കുകയാണ് അല്ലേ. എന്താ പറഞ്ഞേ, യെസ് ഞാൻ നിന്നോട് പറഞ്ഞു ഗെറ്റപ്പ് അല്ലെ, യെസ് അവിടുന്ന് പോകാൻ വേണ്ടിട്ട് ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ എന്നുള്ളത് വീണ്ടും നമ്മുടെ ഡ്രൈവർ ഷൗട്ട് ചെയ്യാണ്. യെസ് ഹി സെഡ്, ബട്ട് റോസ ഡിഡ് നോട്ട് മൂവ്. പക്ഷെ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ റോസ എന്താണ്, കൂളായിട്ട് ഇങ്ങനെ ഇരിക്കുക അല്ലെ. യെസ് ആള് സ്റ്റില്ലായിട്ട് അവിടെ ഇരിക്കുകയാണ്. She did not get up. ആളെന്ത് ചെയ്തിട്ടില്ല, അവിടുന്ന് എഴുന്നേറ്റ് പോയിട്ടില്ല. The driver got off the bus and brought the police in. അങ്ങനെ ആളെന്ത് ചെയ്തു, ആ ബസ്സിൽ നിന്ന് നേരെ ഇങ്ങോട്ട് ഇറങ്ങിയിട്ട് പോലീസിനെ വിളിക്കുകയാണല്ലേ, ബസ്സിൽ നിന്ന് ഇറങ്ങിയിട്ട് പോലീസിനെ വിളിച്ചു. They arrested Rosa. അവള് ഈ റോസനെ അറസ്റ്റ് ചെയ്തു അല്ലെ. അവര് said she had broken the law and sent her to jail. എന്നിട്ട് എന്ത് ചെയ്തു, പറയാണ് നമ്മുടെ റോസ പാർക്സ് ഈ നിയമം അല്ലെ, നിയമം അവിടെ ലംഘിച്ചിട്ടുണ്ട്, ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അവളെ നേരെ അല്ലെ send her to jail, അവളെ നേരെ ജയിലിലേക്ക് കൊണ്ടുപോകണം. The news of Rosa's arrest soon spread all over the town. അങ്ങനെ എന്ത് ചെയ്തു, അവളെ ഈ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ള ഈ ന്യൂസ് ടൗണിൽ മൊത്തം സ്പ്രെഡ് ആണല്ലേ. എല്ലാ ആളുകളും അറിഞ്ഞു റോസനെ ഇങ്ങനെ അറസ്റ്റ് ചെയ്തു, റോസനെ അറസ്റ്റ് ചെയ്തു, റോസനെ അറസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ട്. The black people of Montgomery decided to fight for her to come out of jail. അങ്ങനെ എന്ത് ചെയ്തു എന്നുള്ളതാണ് നമ്മുടെ മോൺഗോമറി ടൗണിലുള്ള അല്ലെ ബ്ലാക്ക് പീപ്പിൾ ഒക്കെ ഡിസൈഡ് ചെയ്യാണ് അവൾ എന്ത് ചെയ്യണം, ഈ ജയിലിന് പുറത്തേക്ക് കൊണ്ടുവരണം. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഫൈറ്റ് ചെയ്യണം എന്നുള്ള കാര്യം അവര് ഡിസൈഡ് ചെയ്യാണ്, തീരുമാനിക്കണം. They knew they could not fight with the police. അവർക്കറിയാം അവരെന്ത് ചെയ്തിട്ട് കാര്യമില്ലല്ലേ, ഈ പോലീസിനോടല്ല അവർ ഫൈറ്റ് ചെയ്യണ്ടേ എന്നുള്ള കാര്യം അവർക്ക് കൃത്യമായിട്ട് അറിയാം. They decided to fight with the bus company instead. അവരെന്താ തീരുമാനിച്ചെന്നുള്ള, they decided to fight with the bus company instead അല്ലെ. പകരം ആരോട് ഫൈറ്റ് ചെയ്യാനാണ് ഇവര് തീരുമാനിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്, ഈ ബസ്സിന്റെ കമ്പനിയോട് എന്നുള്ള അല്ലെ. കാരണം ഈ ബസ്സാരാണല്ലോ ഇങ്ങനെയൊക്കെ ചെയ്ത, സോ അതിനെതിരെ ആ കമ്പനിക്കെതിരെ ഫൈറ്റ് ചെയ്യാം എന്നുള്ള കാര്യം അവര് തീരുമാനിക്കണം. ഓക്കെ, അവരെന്ത് ചെയ്തു, ഈ ബസ് മൊത്തം ബഹിഷ്കരിക്കുകയാണ് അല്ലെ. ഇവരുടെ ബസ് കംപ്ലീറ്റ് ഇവരങ്ങോട്ട് ബഹിഷ്കരിച്ചു. ഓക്കെ, ദിസ് മീൻസ് ദേ സ്റ്റോപ്പ് യൂസിങ് ദം. ഓക്കെ, ബൈക്കോട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്, ഇവർ അത് ഉപയോഗിക്കുന്നത് ശരിക്കും സ്റ്റോപ്പ് ചെയ്തു അല്ലെ. No black passenger, they said, will use the city buses until Rosa is free. എന്ത് ചെയ്തു എന്നാ പറഞ്ഞേ, ഈ റോസ ഫ്രീ ആവുന്നത് വരെ അല്ലെ ഇവർ ഈ ബസ് ഒന്നും യൂസ് ചെയ്യില്ല എന്നുള്ള കാര്യം പറഞ്ഞു. Instead പകരം they went to work in private cars and share the cost of taxes. എന്നിട്ട് എന്ത് ചെയ്യും, ഇവർ എങ്ങോട്ടാണോ അല്ലെ ഇവരുടെ വർക്കിംഗ് പ്ലേസ് ഒക്കെ എവിടെയാണോ അങ്ങോട്ടൊക്കെ വലിയ പ്രൈവറ്റ് ആയിട്ടുള്ള കാറിൽ ടാക്സിയിലൊക്കെ പോയിട്ട് ഇവരെന്ത് ചെയ്യും, ആ കാര്യങ്ങൾ മീറ്റ് ചെയ്യും എന്നുള്ള പറഞ്ഞു. ഇവരെന്തായാലും ഈ ബസ് ഇനി യൂസ് ചെയ്യാൻ പോകുന്നില്ല അല്ലെ. എപ്പോഴാണോ നമ്മുടെ റോസ പാർക്സിനെ ജയിലിൽ നിന്ന് മോചിതയാക്കുന്ന അതുവരെ ഇവര് ഈ ബസ്സൊക്കെ ഇവര് ബഹിഷ്കരിക്കണം. ഓക്കെ, സോ ദ മോൺഗോമറി ബസ് ബൈക്കോട്ട് വെന്റ് ഓൺ ഇൻ ദ വേ ഫോർ മോർ ദാൻ എ ഇയർ. അങ്ങനെ ഒരു കൊല്ലത്തിലധികം ഇവര് എന്താണ് ഈ ബസ് ബൈക്കോട്ട് ചെയ്യാറ് എന്നുള്ള അല്ലെ. സോ നോക്ക്, it lasted exactly 381 days. അങ്ങനെ 381 ദിവസത്തിൽ അധികരിച്ചിട്ട് അല്ലെ ശരിക്കും ഇവർ ഈ ഒരു സംഭവം അവിടെ ബഹിഷ്കരണം ചെയ്തു എന്നുള്ളതാണ്. During the boycott, the bus company lost millions of dollars. അങ്ങനെ ഈ ഒരു ബഹിഷ്കരണ കാലഘട്ടത്തില് ഈ ഒരു ബസ് കമ്പനിക്ക് ശരിക്കും മില്യൺസ് ഓഫ് ഡോളേഴ്സ് അല്ലെ, ദശലക്ഷക്കണക്കിന് ക്യാഷ് ആണ്, ഡോളേഴ്സ് ആണ് അവർക്ക് നഷ്ടമായിട്ടുള്ളത്. കാരണം ആരെങ്കിലും ബസ്സിൽ കയറണേ, ആരും കയറുന്നില്ല അല്ലെ, ഫുൾ സമരാണ്. This was because there were many more black bus users than white users. എന്തുകൊണ്ടാണ് ഇത്രയും വലിയ ഒരു നഷ്ടം ഇവർക്ക് ഉണ്ടാവാൻ കാരണം എന്നതാണ്,
ഇത്രയും ആളുകൾ അല്ലെ ബ്ലാക്ക് പാസഞ്ചേഴ്സ് ആണ് എന്നുള്ള അല്ലെ, ഇവരെല്ലാവരും അങ്ങോട്ട് കേറുന്നില്ല എന്ന് തീരുമാനിച്ച പിന്നെ ബസ് വെറുതെ ഓടാണ്. Without black passengers, buses ran almost empty. ഈ ബ്ലാക്ക് പാസഞ്ചേഴ്സ് ഇല്ല എന്നുണ്ടെങ്കിൽ പിന്നെ ബസ് എന്താണ് കാലി അടിച്ചിട്ടാണ് ഇങ്ങനെ ഓടുന്നത് അല്ലെ, എംറ്റി ആണ് എന്നുള്ള. Meanwhile, Rosa Parks was tried in a court of law. അങ്ങനെ എന്ത് ചെയ്തു, ആ ഒരു സമയത്ത് തന്നെ നമ്മുടെ റോസ പാർക്സ് അല്ലെ കോർട്ടിനെ സമീപിക്കുകയാണ് കേട്ടോ. Okay, so the judge ordered her to pay a fine. അങ്ങനെ ജഡ്ജ് എന്താ പറഞ്ഞിട്ടുള്ളത്, പക്ഷേ അവളോട് ഒരു ഫൈന് അല്ലെ, നീ ഫൈൻ കൊടുത്തോ എന്നുള്ള രീതിയിലാണ് അവളോട് പറയുന്നത് കേട്ടോ. But he said she had broken the law of segregation. Okay, ഇത് ഇമ്പോർട്ടന്റ് ആണ്. ലോ ഓഫ് സെഗ്രിഗേഷൻ, അതായത് സെഗ്രിഗേഷൻ എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്, എന്ത് നിയമം എന്നാണ് ഇവിടെ പറയുന്നത്. യെസ്, ഈ ബ്ലാക്കിനെയും അതേപോലെ തന്നെ വൈറ്റിനെയും എന്താണ് ഇവരിങ്ങനെ വേർതിരിക്കുകയാണ് അല്ലെ. അപ്പൊ ആ വേർതിരിച്ചുകൊണ്ടുള്ള ആ നിയമം നമ്മുടെ റോസ പാർക്സ് ബ്രേക്ക് ചെയ്തു എന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, കോർട്ട് ഇവളോട് ഫൈൻ കെട്ടിവെക്കാൻ വേണ്ടി പറയും. Rosa's lawyers advised her not to pay the fine and she took their advice. അപ്പൊ എന്താ ചെയ്തു, റോസന്റെ ലോയർ എന്താ പറഞ്ഞിട്ടുണ്ടല്ലേ, ആളുടെ വക്കീൽ എന്ത് പറഞ്ഞു, നീ ഫൈൻ നടക്കണ്ട അല്ലെ, ഫൈൻ നടക്കണ്ട എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ട് അവർക്ക് ഒരു അഡ്വൈസ് കൊടുത്തു. എന്നിട്ട് എന്ത് ചെയ്തു, then they went to the higher courts. അങ്ങനെ മുകളിൽ അല്ലെ ഹൈക്കോടതിയിൽ ഇവർ പോവാണ് കേട്ടോ. സാധാരണ കോടതിയിൽ നിന്ന് ഇവളോട് ഫൈൻ ഒക്കെ അടക്കാൻ വേണ്ടി പറഞ്ഞപ്പോ ഇവിടെ ഹൈക്കോടതി പോവാണ്. And finally to the highest court, the American Supreme Court. Yes, ഇപ്പൊ ആദ്യം ഏത് കോടതിയിലാണോ ഇവള് സമീപിച്ചല്ലേ, ആൻഡ് ലാസ്റ്റ് ഇവള് പോകുന്നത് എങ്ങോട്ടാണ്, സുപ്രീം കോടതിയിലേക്കാണ് എന്നുള്ള പറഞ്ഞ അല്ലെ. ആദ്യത്തെ കോടതിന്റെ മുകളിലുള്ള കോടതി, യെസ്, സുപ്രീം കോടതിയിലേക്കാണ് ഇവള് പോകുന്നത് എന്നുള്ളതാണ്, അമേരിക്കൻ സുപ്രീം കോടതിയിലോ. The judges of the Supreme Court said that segregation was unlawful in public transport services. പക്ഷെ നമ്മുടെ അല്ലെ അമേരിക്കൻ സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാല് ഈ സെഗ്രിഗേഷൻ അഥവാ ഈ വേർതിരിവും കാര്യങ്ങളൊക്കെ ശരിക്കും അൺലോഫുൾ ആണ്, ഇതൊന്നും നിയമപരമായിട്ടുള്ള കാര്യമല്ല എന്നുള്ള അല്ലെ. ആൻഡ് എസ്പെഷ്യലി എവിടെ ഇത്തരത്തിലുള്ള പബ്ലിക് ആയിട്ടുള്ള ട്രാൻസ്പോർട്ടിൽ അല്ലെ, ട്രാൻസ്പോർട്ട് ഫെസിലിറ്റീസിൽ ഇവരിങ്ങനെ ലോ ഓഫ് സെഗ്രിഗേഷൻ കൊണ്ടുവന്നാലോ അത് ഫെയർ ആയിട്ടുള്ള കാര്യമാണോ, അല്ല. അപ്പൊ അത് കൃത്യമായിട്ട് അമേരിക്കൻ സുപ്രീം കോടതി പറയും. They said it was against the law of the country. എന്നിട്ട് അവരെന്ത് പറയുന്നുണ്ട്, അത് എന്താണ് രാജ്യത്തിന്റെ തന്നെ നിയമത്തിന് എതിരെയാണ് എന്ന് പറയുന്നുണ്ട് അല്ലെ. So it was that Rosa Parks sat still and moved a million's mind. അപ്പൊ എന്താ ഇവിടെ പറഞ്ഞിട്ടില്ല, യെസ്, അപ്പോ അങ്ങനെ വലിയൊരു നിയമം തന്നെ അവിടെ വന്നു അല്ലെ, ഇത് രാജ്യത്തിന്റെ തന്നെ നിയമത്തിന് എതിരാണെന്ന് പറഞ്ഞിട്ട് ഈ ലോ ഓഫ് സെഗ്രിഗേഷൻ ഒക്കെ. സോ അങ്ങനെ ഒരു കാര്യം അവർ പറയണമെങ്കിൽ അതിന്റെ ബാക്ക്ഗ്രൗണ്ട് ആയിട്ടുണ്ടായിരുന്ന ആൾ ആരാണ് എന്നുള്ളതാണ് നമ്മുടെ റോസ പാർക്സ് ആണ് അല്ലെ. ആ റോസ പാർക്സ് അവിടുന്ന് റെഫ്യൂസ് ചെയ്തോണ്ടാണ് ചുമ്മാ അവിടെ നിന്ന് മാറാൻ വേണ്ടിയിട്ട് അല്ലെ. യെസ്, അതുകൊണ്ട് ഇവിടെ പറയുന്നത് എന്താണ്, അവരുടെ ആ ഒരു ചെറിയ പ്രവൃത്തി എന്ന് പറഞ്ഞതാണ് ഇറ്റ് മൂവ്ഡ് എ മില്യൺസ് മൈൻഡ്. ഒരുപാട് ദശലക്ഷക്കണക്കിന് ആളുകളുടെ മനസ്സ് തന്നെ അല്ലെ, അവരുടെ ചിന്തയെ തന്നെ മാറ്റിയിട്ടുള്ള ഒരു പ്രവൃത്തിയാണ് നമ്മുടെ റോസ പാർക്സ് അവിടെ ചെയ്തിട്ടുള്ളത് എന്നുള്ള. സോ ഷി ബിഗാൻ ദ ബ്ലാക്ക് അമേരിക്കൻ പീപ്പിൾസ് ഫൈറ്റ് ഫോർ ഫെയർനെസ് ജസ്റ്റിസ് ടു ഓൾ ഹ്യൂമൻ ബീങ്സ് അല്ലെ. എല്ലാ മനുഷ്യന്മാർക്കും എന്ത് വേണടാ, ഫെയർനെസ് വേണം അല്ലെ, എല്ലാ ആളുകൾക്കും ഫെയർ ആയിട്ടുള്ള ന്യായമായിട്ടുള്ള കാര്യങ്ങൾ വേണം, ആൻഡ് ജസ്റ്റിസ്, നീതി വേണം. അപ്പൊ ഈ കാര്യത്തിനൊക്കെ വേണ്ടിയിട്ട് ആര് ഇത് തുടക്കം കുറിച്ചു എന്നുള്ളതാണ്, ആ ഒരു മൂവ്മെന്റിനെ നമ്മുടെ റോസ പാർക്സ് സ്റ്റാർട്ട് ചെയ്തു എന്നുള്ളതാണ് കേട്ടോ, അമേരിക്കൻ പീപ്പിളിന് വേണ്ടിയിട്ട്. സോ അമേരിക്കൻസ് കോൾ ഹർ ദ മദർ ഓഫ് ദ ബ്ലാക്ക് സിവിൽ റൈറ്റ്സ് മൂവ്മെന്റ്. അതുകൊണ്ട് തന്നെ അമേരിക്കക്കാർ അവളെ വിളിച്ചിട്ടുള്ള കാര്യം എന്താ, യെസ്, അവളെ മദർ ഓഫ് എന്ന് പറഞ്ഞിട്ടാണ് അല്ലെ, മദർ ഓഫ് ദ ബ്ലാക്ക് സിവിൽ റൈറ്റ്സ് മൂവ്മെന്റ്. ബ്ലാക്ക് സിവിൽ റൈറ്റ് മൂവ്മെന്റിന്റെ മദർ എന്നുള്ള രീതിയിൽ അവൾ അറിയപ്പെട്ടു എന്നുള്ളതാണ്. ഓക്കെ, സോ ഈ സിവിൽ റൈറ്റ് എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ് നോക്ക്, ദ റൈറ്റ്സ് ഓഫ് എ കൺട്രി സിറ്റിസൺ. ഒരു കൺട്രിയിലുള്ള അല്ലെ, ഒരു രാജ്യത്തുള്ള പൗരന്റെ ഒരുപാട് റൈറ്റ്സ് ഉണ്ടാവും അല്ലെ. സോ ആ റൈറ്റ്സിനാണ് ഇവിടെ സിവിൽ റൈറ്റ്സ് എന്ന് പറയുന്നത്. സോ ഇവിടെ നമ്മുടെ അമേരിക്കക്കാരായിട്ടുള്ള ആളുകൾക്കൊക്കെ എന്ത് ചെയ്യണം, അവരുടേതായിട്ടുള്ള റൈറ്റ്സ് ഉണ്ട് അല്ലെ, ബ്ലാക്ക് പീപ്പിളിനും അവരുടേതായിട്ടുള്ള റൈറ്റ്സ് ഉണ്ടാവണം അല്ലെ. ദെൻ അതേപോലെ തന്നെ വൈറ്റ് പീപ്പിൾ, രണ്ടു പേർക്കും എന്താണ് ഈക്വൽ റൈറ്റ്സും കാര്യങ്ങളൊക്കെ കിട്ടണം എന്നല്ല. അപ്പൊ ആ റൈറ്റ്സിന് വേണ്ടിയിട്ടുള്ള അവരുടെ ഒരു സിവിൽ റൈറ്റ്സ് മൂവ്മെന്റ് ഉണ്ട് അല്ലെ. അപ്പോ അതിന്റെ തന്നെ ഒരു സ്റ്റാർട്ടർ എന്നുള്ള രീതിയിൽ വലിയൊരു തുടക്കം തന്നെ ഇവിടെ നമ്മുടെ റോസ പാർക്സ് തുടങ്ങിയിട്ടുണ്ട് എന്നതാണ്. സോ many years before Rosa Parks sat still in that bus, something else had happened in another country. അപ്പൊ എന്നാണോ റോസ പാർക്സ് ഇങ്ങനെ ഈ ബസ്സിൽ ഇരുന്നിട്ട് അല്ലെ ഇങ്ങനെയുള്ള ഒരു മൂവ്മെന്റിന് തുടക്കം കുറിച്ചത്, അതേ സമയത്ത് തന്നെ മറ്റൊരു രാജ്യത്ത് മറ്റു കാര്യങ്ങൾ നടന്നിട്ടുണ്ട് എന്നുള്ള, അതെന്താണ് എന്നുള്ള പറയുന്നത് അല്ലെ. A man called Mohandas Karamchand Gandhi. Yes, Mohandas Karamchand Gandhi എന്നറിയപ്പെടുന്ന അല്ലെ നമ്മുടെ മഹാത്മാ ഗാന്ധി എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, sat still in a train in South Africa. സൗത്ത് ആഫ്രിക്കയിലുള്ള ഒരു ട്രെയിനിൽ ആൾ എന്തായിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ അതേപോലെ തന്നെ സ്റ്റിൽ ആയിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നു. He refused
to get off. അദ്ദേഹം എന്തിനാണ് നിരസിച്ചിട്ടായിരുന്നു അല്ലെ? ആ ട്രെയിനിൽ നിന്ന് ഇറങ്ങി പോവാൻ ആൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? വിസമ്മതിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. The white passengers threw him out. എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? വൈറ്റ് പാസഞ്ചേഴ്സ് അല്ലെ? വൈറ്റ് പാസഞ്ചേഴ്സ് പക്ഷെ അവരെ എടുത്തിട്ട് പുറത്തേക്ക് ഇട്ടു എന്നുള്ളതാണ്. There are many other stories of his courage and of the courage others got from him to fight for their rights. അല്ലെ? അദ്ദേഹത്തെ പറ്റിയിട്ട് ഒരുപാട് ശരിക്കും ഇത്തരത്തിലുള്ള അദ്ദേഹത്തിന്റെ കറേജസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അല്ലെ ഒരുപാട് സ്റ്റോറീസ് നമുക്ക് പഠിക്കാനുണ്ട്. ആൻഡ് അദ്ദേഹത്തിന് ഈ കറേജസിൽ ഇൻസ്പയർ ആയിട്ട് ഫൈറ്റ് ചെയ്തിട്ടുള്ള മറ്റു പലരുടെയും സ്റ്റോറീസ് ഒക്കെ നമുക്ക് പഠിക്കാനുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു സ്റ്റോറിയിൽ പറയുന്നത് എന്നുള്ളതാണ്. ഓക്കെ അല്ലെ? സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റർ അല്ലേ? സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റർ അല്ലടാ? യെസ് 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 ഓക്കെ യെസ് യാ ഓക്കെ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നത് അല്ലെ. അപ്പൊ നമുക്ക് ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? റോസ പാർക്സ് എന്ന് പറയുന്ന ആള് ശരിക്കും എന്താണ് അല്ലെ? മദർ ഓഫ് അമേരിക്കൻ സിവിൽ റൈറ്റ്സ് മൂവ്മെന്റ് എന്നാ പറയുന്നത്. സോ നോക്ക്, ഇതൊക്കെ അവിടുത്തെ അല്ലെ ആളുകൾ പിടിച്ചിട്ടുണ്ടായിരുന്ന ബാനേഴ്സ് ആണ് ഇത് എന്നുള്ളതാണ്. നോക്ക്, എന്താണ് ഇവിടെ എഴുതിയിട്ടുള്ളത്? സ്മോൾ എന്താണ് വുമൻ ജാൻറ്റ് സ്റ്റെപ്പ് എന്നാ പറഞ്ഞത് അല്ലെ? എന്താണ്? ചെറിയൊരു വനിത പക്ഷെ വലിയൊരു സ്റ്റെപ്പാണ് അവർ നടത്തിയിട്ടുള്ളത് എന്നുള്ള അല്ലെ. ആക്ക് വേണമെന്നുണ്ടെങ്കിൽ അന്ന് എന്താണ്, അന്ന് റോസാ പാർക്സും എല്ലാവരും ചെയ്ത പോലെ റോസാ പാർക്സും എണീറ്റ് നേരെ ബസ്സിന്റെ എന്താണ് പിറകോട്ട് പോവാ, എന്നിട്ട് ഒരു വൈറ്റ് മാൻ അവിടെ ഇരിക്കുക. അങ്ങനെ തന്നെ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും സംഭവിക്കുമോ? ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല അല്ലെ. ആശ്യൂസ് എന്നും എന്തൊക്കെയാണോ കാര്യങ്ങൾ സംഭവിക്കുന്നത് അതേപോലെ തന്നെ അന്നും സംഭവിക്കും എന്നുള്ള. പക്ഷെ ഇവിടെ അങ്ങനെയല്ല സംഭവിച്ചത് എന്നുള്ളതാണ്. അവളുടെ ആ ഒരു സ്മോൾ ആയിട്ടുള്ള ഒരു സ്റ്റെപ്പ് പക്ഷെ ശരിക്കും വലിയ ഒരു ജാറ്റ് ആയിട്ടുള്ള സ്റ്റെപ്പായിരുന്നു അത് എന്നുള്ള അല്ലെ. യെസ്, അപ്പൊ ആ കാര്യങ്ങൾ മറക്കാതിരിക്കുക കേട്ടോ. എന്തായിരുന്നു റോസാ പാർക്സ് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് ക്ലിയർ ആയിട്ടുണ്ടല്ലോ. സോ ഇനി ഞാൻ പറയാൻ പോകുന്നത് ഈ ചാപ്റ്ററിലെ കുറച്ച് ചെറിയ ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, സോ ഈ ചാപ്റ്ററിൽ നിന്ന് പൊതുവെ നമുക്ക് ടെക്സ്റ്റിലെ എക്സസൈസും കാര്യങ്ങളൊക്കെ കുറവാണ് അല്ലെ. പക്ഷെ എന്നാലും നമ്മൾ എന്ത് ചെയ്യണം? ഈ ചാപ്റ്ററുമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ഓക്കെ, സോ ആദ്യത്തെ ചോദ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? വാട്ട് വാസ് ദ റൂൾ ഇൻ ദ ബസ്? ആ ബസ്സിൽ ഉണ്ടായിട്ടുണ്ടായിരുന്ന റൂൾ എന്താണ് എന്നുള്ള അല്ലെ. ഓക്കെ, യെസ് 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 ആരും എന്നെ സജ്ജ വിളിക്കുന്നില്ല, എന്തൊക്കെയാടാ പറയുന്നത്. ഓക്കെ, അപ്പൊ ബസ്സിൽ ഉണ്ടായിട്ടുണ്ടായിരുന്ന റൂൾ എന്ന് പറഞ്ഞാൽ എന്താണടാ? ബ്ലാക്ക് പാസഞ്ചേഴ്സ് ഹാഡ് ടു ഗിവ് അപ്പ് ദെയർ സീറ്റ്സ് വെൻ വൈറ്റ് പാസഞ്ചേഴ്സ് കെയിം ഇൻ അല്ലെ. എന്തായിരുന്നു റൂൾ എന്ന് പറഞ്ഞാൽ എപ്പോഴാണോ വൈറ്റ് പാസഞ്ചേഴ്സ് വരുന്നത് അല്ലെ ആ സമയത്ത് ബ്ലാക്ക് പാസഞ്ചേഴ്സ് എന്ത് ചെയ്യണം? അവരുടെ സീറ്റ് കൊടുക്കണം എന്നുള്ളതാണ് ആ ബസ്സിലെ റൂള് അല്ലെ. സിമ്പിൾ അല്ലേ? യെസ്, അപ്പൊ നമ്മൾ അത് കഴിഞ്ഞു കേട്ടോ. സോ അടുത്ത ചോദ്യം എന്താ നോക്ക്. വാട്ട് ഹാപ്പൻഡ് വെൻ ദ ബസ് അബൌട്ട് ടു സ്റ്റാർട്ട്? ഈ ബസ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന സമയത്ത് അല്ലെ എന്താണ് അവിടെ സംഭവിച്ചത് എന്നുള്ളതാണ് ചോദിച്ചത്. വാട്ട് ഹാപ്പൻഡ് വെൻ ദ ബസ് വാസ് അബൌട്ട് ടു സ്റ്റാർട്ട്? എന്താണ് അവിടെ സംഭവിച്ചിട്ടുണ്ടായിരുന്ന കാര്യം എന്നുള്ളതാണ്. നോക്ക്, പാസഞ്ചേഴ്സ് റഷ്ഡ് ഇൻ അല്ലെ. അവിടെ ഉണ്ടായിട്ടുണ്ടായിരുന്ന യാത്രക്കാരൊക്കെ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? അതിനുള്ളിലേക്ക് റഷ് ചെയ്തിട്ട് കയറാണ്. Many of them were white Americans. അതിലുണ്ടായിട്ടുണ്ടായിരുന്ന ഒരുപാട് ആളുകൾ എന്താണ്? വൈറ്റ് അമേരിക്കൻസ് ആണ്. Each time a white passenger climbed into the bus, a black passenger got up from the seat and moved away. ഓരോ സമയല്ലേ എപ്പോഴാണോ ഒരു വൈറ്റ് പാസഞ്ചർ അതിന്റെ ഉള്ളിലേക്ക് കയറുന്നത് ആ സമയത്ത് എന്ത് ചെയ്യണം? ഒരു ബ്ലാക്ക് പാസഞ്ചർ നേരെ അവിടുന്ന് പോയിട്ട് ആളുടെ സീറ്റ് ഒഴിഞ്ഞു കൊടുക്കണം എന്നുള്ള അല്ലെ. എന്നിട്ട് ബാക്കിലേക്ക് പോകണം അല്ലെ, ഇറങ്ങിയിട്ട്. ഓക്കെ, സോ അടുത്ത ചോദ്യം എന്താണ്? Why was Rosa arrested? എന്തിനാണല്ലേ ശരിക്കും നമ്മുടെ റോസ അറസ്റ്റ് ചെയ്യപ്പെട്ടത് അല്ലെ? ആളെ പോലീസ് അറസ്റ്റ് ഒക്കെ ചെയ്തു. സോ എന്തിനാണ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റണ്ടേ? യെസ്, സോ എന്തിനായിരുന്നു അറസ്റ്റ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ്. നോക്ക്, Rosa Parks refused to give up her seat for a white passenger even after the driver asked her to get up. അല്ലെ, എന്താ ചെയ്തിട്ടുണ്ടായിരുന്നത്? ഡ്രൈവർ ഇവളോട് ഗെറ്റപ്പ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ, അവിടുന്ന് എഴുന്നേൽക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ സമയത്ത് ഇവൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? റെഫ്യൂസ് ചെയ്തിട്ട് ഇവൾ അവിടെ തന്നെ ഇരുന്നു. അപ്പൊ അതിനാണ് അല്ലെ. നോക്കാം, അവൾ അപ്പൊ അത് റെഫ്യൂസ് ചെയ്തിട്ടുണ്ട്. So he brought the police in and they arrested Rosa. She had broken the law. എന്നിട്ട് എന്ത് ചെയ്തു? അവൻ നേരെ പോലീസിനെ വിളിച്ചു. പോലീസ് വന്നു. ഇവള് ലോ ബ്രേക്ക് ചെയ്തു എന്ന് പറഞ്ഞിട്ടാണ് അവൾ അറസ്റ്റ് ചെയ്തിട്ടുള്ളത് അല്ലെ. യെസ്, ഓക്കെ, അപ്പൊ അത്രയും ചോദ്യങ്ങളായല്ലോ. സോ ഇനി ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്? കുറച്ച് പ്രാക്ടീസ് ക്വസ്റ്റ്യൻ ഇതിന്റെ ബാക്കിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ആ ക്വസ്റ്റ്യൻസ് ഞാൻ ഇവിടെ ഡിസ്കസ് ചെയ്യും. നിങ്ങൾ എന്ത് ചെയ്യണം? കൃത്യമായിട്ട് അതിനുള്ള ആൻസേഴ്സ് നിങ്ങൾ എഴുതി നോക്കണം എന്നുള്ള. ഓക്കെ, എന്നിട്ട് എഴുതിയാൽ മാത്രം പോരാ, താഴെ കമന്റ് ബോക്സിൽ നിങ്ങൾ ഇതിന്റെ ആൻസേഴ്സ് ഒക്കെ നിങ്ങൾ കമന്റ് ചെയ്യണം എന്നുള്ള. ഓക്കെ, സോ ആദ്യത്തെ ചോദ്യം എന്ന് പറഞ്ഞാൽ എന്താടാ?
How did Rosa Parks become a civil rights leader? അല്ലെ, എങ്ങനെയാണ് ശരിക്കും റോസ പാർക്സ് എങ്ങനെയാണ് ഒരു സിവിൽ റൈറ്റ്സ് ലീഡർ ആയി മാറിയിട്ടുള്ളത് എന്നുള്ള അല്ലെ. സോ ആദ്യത്തെ ഓപ്ഷൻ എന്താ? She refused to use to a different drinking fountain. ആണോ? അല്ല. She refused to move to the back of the bus. ആണോ? ഒന്നും കൂടി ഒന്ന് ആലോചിച്ച് നോക്ക് കേട്ടോ. She became a president of the US. അല്ലെ, യുഎസിന്റെ പ്രസിഡന്റ് ആയതിലേ എന്നുള്ളതാണ്. ആണോ? അല്ല. Yes, she became a waitress. അല്ലെ, അപ്പൊ ഇതിലേതെങ്കിലും ആണോ? ഇതിലേതെങ്കിലും ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? താഴെ കമന്റ് ബോക്സിൽ ഇതിന്റെ ആൻസർ നിങ്ങൾ കമന്റ് ചെയ്യുക എന്നുള്ള. ഓക്കെ, സോ അടുത്ത ചോദ്യം നോക്ക്. When Rosa Parks was arrested for refusing to yield her seat to a white man, what was she violating? ഇവിടെ എന്താ പറഞ്ഞിട്ടുള്ളത്? യെസ്, റോസ പാർക്സ് അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് അല്ലെ, റോസ പാർക്സിനെ അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് അവൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? അവളുടെ സീറ്റ് ഈ വൈറ്റ് മാൻ കൊടുക്കാതെ ഇരിക്കായിരുന്നു അല്ലെ, അവൾ കൊടുക്കാൻ വേണ്ടിയിട്ട് അവൾ റിഫ്യൂസ് ചെയ്യായിരുന്നു, അത് അവൾ നിരസിക്കായിരുന്നു എന്നുള്ള. സോ വാട്ട് വാസ് ഷീ വയലേറ്റിംഗ്? അപ്പൊ ആ സമയത്ത് ശരിക്കും അവൾ ലംഘിക്കുന്നത് അവിടെ എന്താണ് എന്നുള്ള അല്ലെ, എന്തായിരുന്നു അവൾ ശരിക്കും അവിടെ വയലേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ള? എന്താണ്? സെഗ്രിഗേഷൻ ആണോ? ഡിസോർഡർലി കണ്ടക്ട് ആണോ? നോക്ക്. യെസ് അല്ലെ, അവൾ അപമര്യാദയായിട്ട് പെരുമാറിയോ എന്നുള്ളതാണ്. സ്റ്റീൽ ചെയ്തോ, എന്തെങ്കിലും മോഷ്ടിച്ചോ അല്ലെ, അല്ലെങ്കിൽ ടൊബാക്കോ അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങളാണോ, എന്താണ് എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യാ? ആൻസർ ഒന്ന് കമന്റ് ചെയ്യാം കേട്ടോ. ഓക്കെ അല്ലേ? സോ അടുത്ത ചോദ്യം നോക്കൂ. The following are some of the events from the story Rosa Parks Sat Still. They are jumbled up. അല്ലെ, താഴെ കുറച്ച് എന്ത് ചെയ്തിട്ടുണ്ട്? ഇവന്റ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, പക്ഷെ അതൊന്നും എന്തല്ല ഓർഡറിലല്ല കൊടുത്തിട്ടില്ല എന്നുള്ളതാണ്. ഓക്കെ, സോ റൈറ്റ് എ പാരഗ്രാഫ് sequencing them in proper order. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? തന്നിരിക്കുന്ന ഈ 5 പോയിന്റ്സ് ഉണ്ടല്ലോ, ഈ 5 പോയിന്റ്സിൽ ഏതൊക്കെയാണ് ആദ്യം വരിക, പിന്നെ ഏതാ, അങ്ങനെ ഈ 5 എണ്ണം ഓർഡറിൽ നിങ്ങൾ അങ്ങോട്ട് ആക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ജസ്റ്റ് അതിനെ ഒരു പാരഗ്രാഫ് ആക്കിയിട്ട് അങ്ങോട്ട് സെറ്റ് ആക്കുക. ഓക്കെ, നിങ്ങൾ ഒന്ന് ചെയ്ത് നോക്ക് കേട്ടോ. ഈ ചാപ്റ്റർ നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിന്റെ ആൻസർ പെട്ടെന്ന് കിട്ടും. ഇനി അതല്ല, നിങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടോ, ഇംഗ്ലീഷ് കുറച്ച് ബുദ്ധിമുട്ടുണ്ടോ, കുഴപ്പമില്ല, നിങ്ങൾ ഒന്ന് വായിക്കുക കേട്ടോ. വായിച്ചിട്ട് മനസ്സിലാവാത്ത അർത്ഥം ഉണ്ട് എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്യാം, അല്ലെങ്കിൽ ഒന്ന് ഡിക്ഷണറി വായിക്കുക. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യാം? അതിന്റെ അർത്ഥമൊക്കെ ഒന്ന് മനസ്സിലാക്കിയിട്ട് ഒന്നും കൂടി ഇത് വായിച്ചു വെക്കുക. ഇതിന്റെ മീനിങ് എന്താണ് ടെക്സ്റ്റിൽ കറക്റ്റ് പറയുന്നത് എന്നുള്ളത് എനിക്ക് മനസ്സിലാവാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യാം? നിങ്ങളൊന്ന് ആൻസർ ഒന്ന് എഴുതി നോക്കാം. ഓക്കെ അല്ലേ? സോ അടുത്ത ചോദ്യം നോക്ക്. Read the excerpt from the story Rosa Parks Sat Still and answer the questions that follow. ഓക്കെ, ഇത് നിങ്ങൾ കൃത്യമായിട്ട് ചെയ്യണം, കാരണം നമ്മുടെ ഇംഗ്ലീഷ് എക്സാമിന് വരുന്ന ഒരു ചോദ്യമാണ് ഇത് അല്ലെ. എപ്പോഴും നമുക്ക് എന്ത് ചെയ്യും? പാരഗ്രാഫ് അങ്ങോട്ട് തരും, പാരഗ്രാഫ് തന്നിട്ട് നമ്മളോട് ചോദ്യം ചോദിക്കും അല്ലെ. സോ ഇവിടെ നമുക്ക് ആദ്യത്തെ പാരഗ്രാഫ് തന്നിട്ടുള്ള കേട്ടോ. ഈ സ്റ്റോറി തുടങ്ങുന്ന അല്ലെ, ഈ പ്രോസസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന്റെ തുടക്കത്തിലുള്ള പാസേജ് ആണ് നമുക്ക് തന്നിട്ടുള്ളത് എന്നുള്ള. ഇവിടെ വരെ തന്നിട്ടുണ്ട്. എന്നിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? 5 ചോദ്യം ഉണ്ട് അതിൽ നിന്ന് കേട്ടോ. എന്താണ് ആദ്യത്തെ ചോദ്യം? എന്താണ്? ഹൗ ഡിഡ് റോസ പാർക്സ് ട്രാൻസ്ഫോം എ മില്യൺ ലൈഫ്സ്? എങ്ങനെയാണ് അവൾ അല്ലെ ഒരുപാട് ആളുകളുടെ, ദശലക്ഷക്കണക്കിന് ആളുകളുടെ മൈൻഡ് അവൾ മാറ്റിയിട്ടുള്ളത്? എങ്ങനെയാണ്? നേരെ ഈ പാസേജിലുണ്ട്, എടുത്തേതാ. അടുത്ത ചോദ്യം എന്താണ്? There was only one thought in her mind at the end of the day. ആ ഒരു ദിവസമൊക്കെ എന്താണ് ഇവളുടെ മൈൻഡിൽ ഒരൊറ്റ ചിന്ത ഉണ്ടായിട്ടുണ്ടായിരുന്നുള്ളേ, ഒരൊറ്റ തോട്ട്. സോ വാട്ട് വാസ് ദാറ്റ് തോട്ട്? എന്തായിരുന്നു ആ ചിന്ത? സിമ്പിൾ അല്ലെ, അതും ഇവിടെ ഉണ്ട് എന്നുള്ള എടുത്ത് ചെയ്ത കേട്ടോ. ഓക്കെ, സോ അടുത്ത ചോദ്യം എന്താണ്? പിക്ക് ഔട്ട് ദ വേർഡ് ഫ്രം ദ പാസേജ് വിച്ച് മീൻസ് താങ്ക്ഫുൾ. അപ്പോ എന്താണ് അല്ലെ? യെസ്, താങ്ക്ഫുൾ എന്നുള്ള അതേ മീനിങ് വരുന്ന ഒരു വാക്ക് ഇവിടെ എവിടെയോ ഉണ്ട്, ഈ തന്നിരിക്കുന്ന പാസേജിലുണ്ട്. സോ അതങ്ങോട്ട് നമ്മൾ എന്ത് ചെയ്യണം? എടുത്തെഴുതണം. സിമ്പിൾ ആയിട്ട് തന്നെ അതും നിങ്ങളൊന്ന് വായിച്ചാൽ കിട്ടും കേട്ടോ. ഒന്ന് വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് അത് കിട്ടും. ഓക്കെ, സോ അടുത്ത ചോദ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? യെസ്, pick out a sentence from the first paragraph which contains an adjective. ഒരു adjective contain ചെയ്യുന്ന അല്ലെ, യെസ്, ഒരു സെന്റൻസ് നമ്മളോട് പിക്ക് ചെയ്യാനാ പറഞ്ഞിട്ടുള്ളത്. തന്നിരിക്കുന്ന ആദ്യത്തെ പാരഗ്രാഫിൽ നിന്ന് എവിടെയെങ്കിലും ഒരു adjective ഉള്ള ഒരു സെന്റൻസ് ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ ആ സെന്റൻസ് നമ്മൾ എന്ത് ചെയ്യണം? എടുത്തെഴുതുക. അപ്പൊ നമ്മൾ ആദ്യം എന്ത് മനസ്സിലാക്കണം? എന്താണ് adjective എന്നുള്ളത് മനസ്സിലാക്കണം അല്ലെ. എന്നിട്ട് നേരെ അതിന് ആൻസർ നമ്മൾ എഴുതുക. ഓക്കെ, സോ അടുത്ത ചോദ്യം എന്ന് പറഞ്ഞാൽ എന്താടാ? Read the following sentence അല്ലെ. നമ്മൾ നേരെ എന്താണ് ഇവിടെ താഴെ ഒരു സെന്റൻസ് കൊടുത്തിട്ടുണ്ട്, ഈ സെന്റൻസ് നമ്മൾ വായിക്കണം. അപ്പൊ ഇവിടുന്ന് സെന്റൻസ് എന്താ? റോസ walked to the bus stop and got on a bus. റോസ നേരെ ബസ് സ്റ്റോപ്പിന്റെ അടുത്തേക്ക് പോയി, നടന്നു അല്ലെ, വാക്ക് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഗോട്ട് ഓൺ എ ബസ് എന്താ പറഞ്ഞിട്ടുള്ളത്? ബസ്സിലേക്ക് അവള് കയറി എന്നുള്ളതാണ് അല്ലെ. സോ നമ്മുടെ ചോദ്യം എന്താണ്? റീപ്ലേസ് ദ ഫ്രേസൽ വെർബ് ഗോട്ട് ഓൺ. ഈ ഗോട്ട് ഓൺ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഫ്രേസൽ വെർബ് നമ്മൾ അങ്ങോട്ട് മാറ്റിയിട്ട്
with a suitable word from the bracket അല്ലെ. ബ്രാക്കറ്റിൽ കുറച്ച് എന്ത് ചെയ്തിട്ടുണ്ട്, വേർഡ്സ് നമുക്ക് തന്നിട്ടുണ്ട്. enter, enter, entering. അപ്പൊ ഇതിൽ ഏതാണ് അവിടെ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ളത് അല്ലെ? യെസ്. അപ്പൊ അതേതാണോ എന്നുള്ളത് നമ്മൾ എടുത്ത് എഴുതാം. ഓക്കെ, നിങ്ങൾ അതും കൂടി നിങ്ങൾ എന്തായാലും ചെയ്ത് നോക്കാം കേട്ടോ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എന്തായാലും ചെയ്യണം. ജസ്റ്റ് സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്, പക്ഷെ ആ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നതോട് കൂടിയിട്ട് നിങ്ങൾക്ക് ഈ ചാപ്റ്റർ നിങ്ങൾക്ക് ക്ലിയർ ആവും എന്നുള്ള. ഓക്കെ അല്ലെ? സോ നിങ്ങൾക്ക് ഈ ചാപ്റ്റർ മനസ്സിലായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ മറക്കരുത്, എന്തായാലും താഴെ കമന്റ് ബോക്സിൽ നിങ്ങൾ കമന്റ് ചെയ്യണം. ഓക്കെ, ഒരുപാട് ആളുകളുണ്ട്. ഈ ആളുകളൊക്കെ എന്ത് ചെയ്യണം, ഞാൻ അല്ലെ നമ്മൾ ഈ ലൈവ് കഴിയുന്നതോട് കൂടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അല്ലെ, നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് ഈ ചാപ്റ്റർ എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. താഴെ കമന്റ് ബോക്സിൽ ഇതിന്റെ ആൻസേഴ്സ് ഒക്കെ ഒന്ന് കമന്റ് ചെയ്തിട്ട് പോകട്ടോ. പിന്നെ അതേപോലെ തന്നെ നിങ്ങൾക്ക് ക്ലാസ് മനസ്സിലാവുന്നുണ്ടോ അല്ലെ, ഇംഗ്ലീഷിന്റെ അവസ്ഥ എന്താണ് ശരിക്കും നിങ്ങൾക്ക്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം. നന്നായിട്ട് അടിപൊളിയായിട്ട് പഠിക്കാം. നമുക്ക് ഇനി എന്ത് ചെയ്യണം, ഈ 3rd യൂണിറ്റിലുള്ള നെക്സ്റ്റ് 2 ചാപ്റ്റേഴ്സ് നമ്മൾ എന്താക്കും, സെറ്റ് ആക്കി പഠിക്കും എന്നുള്ളതാണ്. ഓക്കെ, സോ അടിപൊളിയായിട്ട് ഇരിക്കാം, നന്നായിട്ട് ഉറങ്ങുക. സോ സ്റ്റേ ഹാപ്പി, ഓൾ ദ ബെസ്റ്റ്, ബൈ ബൈ, ഗുഡ് നൈറ്റ്.